السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തസ്ഹീൽ ഫിഖ്ഹ് എന്ന ഷെയ്ഖ് ജിബ്രീൽ റഹിമഹുള്ളയുടെ ഫിഖ്ഹി കിതാബ് അടിസ്ഥാനമാക്കിയുള്ള കർമ്മശാസ്ത്ര പഠന പരമ്പരയിൽ നിസ്കാരത്തിലെ ഷർത്തുകൾ എന്ന അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 8ാമത്തെ ഷർത്തായി നിയ്യത്ത് എന്നതാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറഞ്ഞത്. അതിൽ ഒരു 5-6 മസ്അലകൾ നമ്മൾ വായിച്ചു. നിയ്യത്ത് ഉച്ചരിക്കൽ നിർബന്ധമില്ല, അങ്ങനെ ശറഈൽ പ്രത്യേകിച്ചൊരു കൽപ്പനയും ഇല്ല എന്നതാണ് അവസാനമായി പറഞ്ഞത്. 1561 വരെയുള്ളത് വായിച്ചു. ഈ 1562ാമത്തെ മസ്അല, മൻ ശക്ക വഹുവ ഫി സ്വലാ ഹൽ നവാ ഹാദിഹി സ്വലാത്തൽ മുഅയ്യന ഔ ഗൈറഹ. ഒരാൾ നിസ്കാരത്തിൽ സംശയിച്ചു, മൻ ശക്ക സംശയിച്ചു, വഹുവ ഫി സ്വലാ നിസ്കാരത്തിലായിരിക്കെ, നിസ്കാരം തുടങ്ങി നിസ്കരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിസ്കാരത്തിനിടയിൽ അയാൾക്ക് സംശയം വന്നു. എന്താ സംശയം? ഹൽ നവാ ഹാദിഹി സ്വലാത്തൽ മുഅയ്യന, ഈ നിർണിതമായ നിസ്കാരം തന്നെയാണോ ഉദ്ദേശിച്ചത്? ഔ സ്വലാത്തൻ ഔ ഗൈറഹ, അല്ലെങ്കിൽ അതല്ലാത്ത നിസ്കാരമാണോ? ഒരാൾ ജമാഅക്കി പോകുന്നതാണ്, അല്ലെങ്കിൽ സാധാരണ ജമാഅത്ത് നിസ്കരിക്കുന്ന ആൾ പിന്നീട് അയാൾ ജമാഅത്ത് പങ്കെടുക്കാതെ പിന്നീട് നിസ്കരിക്കുകയാണ്. അതിനൊക്കെയാകുമ്പോൾ അയാൾ നിസ്കരിച്ചു, ഇപ്പോൾ ളുഹർ നിസ്കരിക്കുന്നു. പാസറിൻ്റെ സമയത്ത് ളുഹർ ജമാഅക്കി വന്ന ആൾ അപ്പം നിസ്കാരം തുടങ്ങിയ അയാൾക്ക് ഒരു സംശയം, ഞാൻ ളുഹറാണോ നിയ്യത്ത് ചെയ്തത് അതല്ല അസ്റാണോ നിയ്യത്ത് ചെയ്തത്? സാധാരണ ഉണ്ടാകുന്ന വിഷയമാണൊക്കെ. ചിലപ്പോൾ പറയുമ്പോൾ അസ്ർ ജമാഅത്ത് ഉണ്ടാവും, നമ്മൾ ളുഹറിൻ്റെ നിയ്യത്തോടു കൂടി ഇതിൽ പങ്കെടുക്കാൻ പോലേക്ക് കഴിയുമ്പോൾ വന്നിട്ടുണ്ടാവുക. അത് നിസ്കാരം തുടങ്ങി പിന്നെ ഒരു സംശയം, ഞാനിപ്പോൾ ളുഹറാണോ നിയ്യത്ത് ഉണ്ടായത് അതല്ലോ അസ്റാണോ? ഈ പ്രത്യേകമായ നിസ്കാരം തന്നെ ഉദ്ദേശിച്ചുവോ അതല്ല മറ്റു വല്ലതുമാണോ ഉദ്ദേശിച്ചത് എന്ന് സംശയമുണ്ടായി. സുമ്മ തദക്കറ, പിന്നെ ഓർമ്മയായി, അന്നഹു നവാഹ, ഈ നിസ്കാരം തന്നെയാണ് നിയ്യത്തുണ്ടായത് എന്ന് പറഞ്ഞ് പിന്നെ ഓർമ്മയാവുകയും ചെയ്തു. അപ്പോൾ ചെറിയ ഇടവേളയിൽ സംശയമുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ഉറപ്പായി, അല്ല കുഴപ്പമില്ല, ഞാൻ ഈ നിസ്കാരം തന്നെയാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ഫഇല്ലം യുതിൽ അൽ ഫസ്ലു, ഈ ഇടവേള അധികമുണ്ടായിട്ടില്ലെങ്കിൽ, സംശയിച്ചു നിന്ന ഉറപ്പാകുന്നതിന് മുമ്പുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് നീണ്ടുപോയിട്ടില്ല എങ്കിൽ വലം യഫ്അൽ ഹാല ശക്കി റുക്നൻ ഔ വാജിബ, ഈ ശക്കിൻ്റെ സന്ദർഭത്തിൽ, സംശയത്തിൻ്റെ സന്ദർഭത്തിൽ ഒരു ഫർളോ ഒരു വാജിബോ ചെയ്തിട്ടുമില്ല എങ്കിൽ ലം യദുർഹു ദാലിക, അതൊരു പ്രയാസമൊന്നും ഉണ്ടാക്കുകയില്ല. അതേസമയം റുക്കൂഴിക്ക് പോകുമ്പോഴും സുജൂദിക്കുമ്പോഴൊക്കെ സംശയത്തിലാണ്. പിന്നെ അടുത്ത റക്അത്ത് വന്നപ്പോഴാണ് ഓർമ്മ തിരിച്ചിട്ടിന്, ഞാൻ ളുഹറിനെ നിയ്യത്ത് ചെയ്ത് എങ്കിലും പറ്റൂലാന്ന്. അപ്പോൾ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, അധികം സമയദൈർഘ്യമില്ലാതിരിക്കുക സംശയത്തിന്. 2, ആ സംശയത്തിൻ്റെ സമയത്ത് ഒരു റുക്നോ വാജിബോ ചെയ്തിട്ടുമില്ല. ലിഅന്നൽ യസീറ മിമ്മാ യുതസാമഹു ഫീഹി, എന്താണ് കുഴപ്പമില്ല പറഞ്ഞല്ലോ, തെളിവ് എന്താണ്? അല്പമൊക്കെ പൊതുവെ മാപ്പ് നൽകപ്പെടുന്ന കാര്യമാണ്. പൊതുവെ ഒരു ഇസ്ലാമിൻ്റെ ശൈലിയാണത്. കലീൽ, കലീലിനൊക്കെ അഫ് ഉണ്ടാവും എന്ന് പൊതുവായ തത്വമാണ്.
അപ്പോൾ ആ തത്വപ്രകാരം ഒരല്പം ചെറിയ ഒരു സമയത്തൊക്കെ ഒരു ചെറിയ സംശയം കുടുങ്ങി അതുകൊണ്ട് മാത്രം നിസ്കാരം ബാത്തിലാവുകയില്ല. ലിമശഖത്തി തഹറുസി മിൻഹു, കാരണം അതൊക്കെ സൂക്ഷിക്കുക എന്നുള്ള പ്രയാസമുള്ള കാര്യമാകുന്നു. എന്നാൽ വൈൻ ത്വാലൽ വഖ്തു, സമയം ദീർഘമായി കഴിഞ്ഞാൽ, ഔ ഫഅല റുക്നൻ ഔ വാജിബ, ഒരു റുക്കിനോ ഒരു വാജിബോ ഈ സമയത്ത് പ്രവർത്തിക്കുകയോ ചെയ്താൽ ബത്തലത്ത് ഹാദിഹി സ്വലാത്തുൽ മുഅയ്യന, ആ നിർണയമായ നിസ്കാരം ബാത്തിലായി. കാരണം ലിഖുലുവി ജുസ്ഇൻ മിന സ്വലാത്തി അൻ നിയ്യതിഹാ, കാരണം നിസ്കാരത്തിൻ്റെ ഒരു ഭാഗം നിയ്യത്തില്ലാതെ പോയല്ലോ. നേരത്തെ ക്ലാസ് പറഞ്ഞു അവസാനം വരെ നിയ്യത്ത് വേണം. അവിടെ ഇടയ്ക്ക് ഒരു റക്അത്തിൽ ഒരു നിയ്യത്തുണ്ടായില്ല, സംശയമായി പോയി എങ്കിൽ ഈ നിസ്കാരം അവന് സാധുവാകുകയില്ല. വലഹു അൻ യുഖല്ലിബഹ ഇലാ നഫ്ലിൽ മുത്ലഖിൻ, ആ നിസ്കാരത്തിന് വേണമെങ്കിൽ നഫ്ല് മുത്ലഖാക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ ഫർള് മുഅയ്യനായിരുന്നു, അല്ലെങ്കിൽ നഫ്ല് മുഅയ്യനായിരുന്നു. ഫർള് മുഅയ്യന് 5 വഖ്ത് ഫർളുകൾ, നഫ്ല് മുഅയ്യൻ എന്ന പ്രത്യേകമായി നിർണയിക്കപ്പെട്ട സുന്നത്തുകൾ, റവാത്തിബ് പോലെ, വിത്ർ പോലെ, ളുഹ പോലെ ഒക്കെയുള്ള മുഅയ്യനായ സുന്നത്തുകൾ. നഫ്ല് മുത്ലഖാലോ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്ത സ്വതന്ത്രമായ നിസ്കാരങ്ങൾ, ഇതൊക്കെ എപ്പോഴും നിസ്കരിക്കാമല്ലോ, എത്ര വേണം നിസ്കരിക്കാം, എപ്പോഴും നിസ്കരിക്കാം. പാടില്ല എന്ന് പറഞ്ഞ സമയങ്ങൾ ഉണ്ട്, ആ സമയത്ത് പറ്റൂല. ഒരു സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിച്ചു ഉയരുന്നത് വരെ നിസ്കരിക്കാൻ പാടില്ല. 2 നട്ടുച്ച നേരത്ത് സൂര്യൻ മധ്യത്തിൽ തെറ്റുന്നത് വരെ നിസ്കരിക്കാൻ പാടില്ല. 3 അസറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്ന ആ സമയത്ത്, അസ്തമയം സംഭവിക്കുന്നവരെ നിസ്കരിക്കാൻ പാടില്ല. ഈ സമയമല്ലാത്ത ഏത് സമയത്തും ഒരാൾക്ക് എത്രയും നിസ്കരിക്കാം, സ്വതന്ത്രമായ ഇബാദത്ത് അങ്ങനെ നിസ്കരിക്കാം. ഒരാൾക്ക് എപ്പോഴും ഖുർആൻ ഓതാം, എപ്പോഴും സുബ്ഹാന ചെല്ലാം, എപ്പോഴും ദിക്റുകൾ ചെല്ലാം, എന്ന പോലെ എന്ന് വേണമെങ്കിൽ നോമ്പ് വയ്ക്കാം, എത്ര വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിസ്കരിക്കാം. അതിന് പ്രത്യേകിച്ച് പരിധിയും പരിമിതിയൊന്നുമില്ല, അങ്ങനെ നിസ്കരിക്കാം, ധാരാളമായിട്ട് അങ്ങനെ നിസ്കരിക്കാം. ആ മുത്തലക്കായ സുന്നത്ത്, മുത്തലക്കായ അല്ലാഹു തആല 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക, 1 നേരം നിസ്കരിക്കുക. ഇന്ന നിസ്കാരം ഇല്ല, കാരണം നിസ്കാരം ഇബാദത്താണ്. ഏറ്റവും ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്ത്, ഏറ്റവും അഫ്ദലായ ഇബാദത്താണ് നിസ്കാരം. അല്ലാഹുവുമായി ഏറ്റവും അടുക്കുന്ന സന്ദർഭമാണ് സുജൂദ്, അത് എത്രയും ആവാം. പിന്നെ നബി തങ്ങൾ റബീഅത്ത് ബിൻ കഅബിനോട് പറഞ്ഞല്ലോ, നീ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കുക. റബീഅത്ത് ബിൻ കഅബ് അസ്ലമി നബിയുടെ കൂടെ സ്വർഗത്തിൽ സഹവാസിയായി ഉണ്ടാകാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നീ എന്നെ സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കുക. സുജൂദ് അധികരിപ്പിക്കാറിനാൽ നിസ്കാരം അധികരിപ്പിക്കുക, അല്ല ഒരു നിസ്കാരത്തിൽ 4 സുജൂദ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ധാരാളമായി നിസ്കരിക്കാന്നർത്ഥം. എത്ര നിസ്കരിക്കുക, എപ്പോഴും നിസ്കരിക്കുക. നബി തങ്ങൾക്ക് എന്തൊരു ടെൻഷൻ വന്നാലും നബി നിസ്കാരത്തിലേക്ക് പോകുമായിരുന്നു എന്ന് കാണാം. അതാണ് മുത്തലക്കായ സുന്നത്ത്. അതിന് പ്രത്യേക സമയമോ സന്ദർഭമോ റക്അത്തിന് എണ്ണോ കാര്യമൊന്നുമില്ല, ഒരാൾക്ക് എത്രയും അങ്ങനെ നിസ്കരിക്കാം. ഈ 3 സമയത്ത് പാടില്ല. അപ്പോൾ സുബഹി കഴിഞ്ഞ് സൂര്യ ഉദിച്ചു ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ദുഹാന്റെ സമയമായി, ആ സമയം മുതൽ വേണം നിസ്കരിക്കാം. ഏതാണ്ട് ദുഹറിൻ്റെ കുറച്ച് മുമ്പ് വരെ, അപ്പോൾ ഇപ്പോഴേക്കാണെങ്കിൽ 12 മണി, ഒരു 12:45 വരെ ഉള്ള സമയത്ത് പോലെ എത്ര നിസ്കരിക്കാം. പിന്നെ സൂര്യൻ മധ്യത്തിലേക്ക് എത്തി, ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. പിന്നെ ദുഹർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയം മുതൽ അസർ വരെ ഒരാൾക്ക് നിസ്കരിക്കാൻ വാദമുണ്ട്. അസർ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമില്ല, സൂര്യ അസ്തമിക്കുന്നവരെ. മഗ്രിബ് മുതൽ ഇഷാ വരെ നിസ്കരിക്കാം, ഇഷാ മുതൽ സുബഹി വരെയും നിസ്കരിക്കാം, വിരോധമൊന്നുമില്ല. അപ്പം ഇങ്ങനത്തെ നഫ്ല് മുത്തലക്കിലേക്ക് ഈ നിയ്യത്തിനെ മാറ്റാം. അഥവാ ഒരാൾ ളുഹറായിരുന്നു നിയ്യത്ത് ചെയ്യേണ്ടിയിരുന്നത്, പക്ഷെ അയാൾ നിസ്കരിച്ച് വന്നപ്പോൾ അയാൾക്ക് അസറിൻ്റെ ഓർമ്മക്കാണ് നിസ്കരിച്ചത്, ജമാക്കി വന്ന ആളാണ്, ളുഹർ ബാക്കിയുണ്ട്, ഇവിടെ നിന്ന് അസറമായി നടക്കുകയാണ്, അയാൾ നേരെ ജമാഅത്തിൽ നിന്ന് കൂടി അയാൾക്ക് ളുഹർ നിസ്കരിക്കാത്ത ഓർമ്മ തന്നെയില്ല. ളുഹർ നിസ്കരിച്ചില്ലാന്നോ ജമാക്കിയില്ലാന്നോ ആ ഓർമ്മ അയാൾക്കില്ല. ഇവിടെ ഒന്ന് കാമത്തൊടുത്ത് ഇമാമ അസർ നിസ്കരിക്കുകയാണ്, സ്വാഭാവികം മറ്റായി കൂടിയാൽ നിസ്കരിച്ചു, അസറിൻ്റെ ഓർമ്മക്ക് നിസ്കരിച്ച് പോയി. ഒരു 2 റക്അത്ത് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ, പഠിച്ചോനെ ഞാൻ ളുഹർ നിസ്കരിച്ചില്ലല്ലോ, യാത്രയിലാണല്ലോ. അപ്പം ഈ നിസ്കാരം ളുഹറായിട്ട് സ്വഹിയാകുമോ? ഇല്ല. കാരണം ഈ 2 റക്അത്ത് ളുഹറിനെ നിയ്യത്തയാക്ക് ഇല്ല. അപ്പം ളുഹറായിട്ട് സ്വഹിയാവില്ല. അസറായിട്ടോ അതില്ല, കാരണം അസർ അയാൾ അതേ നിയ്യത്തില്ല, ളുഹർ നിസ്കരിച്ചിട്ടില്ലല്ലോ, ളുഹർ നിസ്കരിക്കാതെ അസറില്ലല്ലോ. അപ്പം പിന്നെ ആ നിസ്കാരം ബാത്തിലാണ്. ഇനി അയാൾക്കത് വേണമെങ്കിൽ സുന്നത്താക്കി മാറ്റാം, ആ നിസ്കാരത്തെ സുന്നത്താക്കി മാറ്റിയാക്കത് പൂർത്തിയാക്കാം. അപ്പോൾ സുന്നത്തിനെ കൂടിയിട്ടും മുത്തലക്കായ സുന്നത്തിനാക്കി നിസ്കാരം റവാത്തിബാക്കാൻ പറ്റുമോ? ഇല്ല, അത് മുഅയ്യനാണ്. റവാത്തിബ് സുന്നത്താക്കാൻ പറ്റില്ല, അത് പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട സുന്നത്താണ്. പ്രത്യേകം നിശ്ചയിക്കപ്പെട്ടതല്ലാത്ത സ്വതന്ത്രമായ സുന്നത്തുകൾ, ആ സുന്നത്തിലേക്ക് വേണമെങ്കിൽ അയാൾക്ക് നിയ്യത്തിനെ
മാറ്റാവുന്നതാണ്. അല്ലാഹു അഅലം. തഹിയ്യത്ത് മുത്തലഖല്ല, മുഅയ്യനാണ്. പ്രത്യേക കാരണമുണ്ട്. പ്രത്യേക കാരണമുള്ള നിസ്കാരത്താണ് മുഅയ്യൻ എന്നത്. ഇപ്പം തഹിയ്യത്ത് പള്ളിയിൽ കയറിയാൽ നിസ്കരിക്കേണ്ടതാണ്. റവാത്തിബ് ഫർദിന് മുമ്പോ ശേഷമോ നിസ്കരിക്കേണ്ടത്. ഇങ്ങനെ പ്രത്യേകമായ കാരണം, പ്രത്യേകമായ സമയം ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് പഠിപ്പിച്ച സുന്നത്തിനാണ് മുഅയ്യനായ സുന്നത്ത് പറയാം. അങ്ങനെയൊന്നും ഇല്ലാത്തതിനാണ് മുത്തലഖായ സുന്നത്ത് പറയാം. നോമ്പ് അങ്ങനെ തന്നെ. ഇപ്പം മുഅയ്യനായ സുന്നത്തുണ്ടാകും. തിങ്കളാഴ്ച നോമ്പ് മുഅയ്യനാണ്, വ്യാഴാഴ്ച നോമ്പ് മുഅയ്യനാണ്, മുഹറം 9, 10 മുഅയ്യനാണ്, അതുപോലെ ശവ്വാൽ 6 നോമ്പ് മുഅയ്യനാണ്, അറഫ നോമ്പ് മുഅയ്യനാണ്. അതൊക്കെ അന്നേ പറ്റുള്ളൂ. എന്നാൽ മുത്തലഖായതോ ഒരാൾക്ക് എന്ത് വേണമെങ്കിൽ നോമ്പ് വയ്ക്കാം. ഏത് ദിവസം ഒരാൾക്ക് വേണമെങ്കിൽ നോമ്പെടുക്കാം, ഒരു കുഴപ്പമില്ല. ഒറ്റ ദിവസം നോമ്പ് വെച്ചാൽ 70 കാതങ്ങൾ നരകത്തുനിന്ന് അയാൾ അകറ്റപ്പെടും എന്ന ഹദീസിൽ കാണാം. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു 70 ഖരീഫൻ അനിന്നാർ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ അവൻ്റെ മുഖത്ത് അല്ലാഹു തആല 70 കാതങ്ങൾ നരകത്തുനിന്ന് അകറ്റുന്നതാണ്. അവരൊക്കെ എത്ര നോമ്പ് വയ്ക്കാം? നബി ഞങ്ങൾ ചില മാസം ഒന്നാകെ നോമ്പ് വയ്ക്കും. ആയിഷ ബി പറയുന്നുണ്ട്, ചില മാസങ്ങൾ നബി ധാരാളമായി നോമ്പ് വയ്ക്കും. ഞങ്ങൾ തമ്മിൽ പറയും, ഇനിയിപ്പോൾ ഈ മാസം നബി നോമ്പ് ഒഴിവാക്കൂല എന്ന് ഞങ്ങൾ പറയുമാറ് ഏതാണ്ടൊരു മാസം ഫുള്ള് അടുപ്പിച്ച് അങ്ങനെ നോക്കും. ചില മാസങ്ങൾ നബി തീരെ നോൽക്കൂല, ഏതാണ്ട് മാസാവസാനമാകും. അപ്പം ഞങ്ങൾ പറയും, ഇനിയിപ്പോൾ ഈ മാസം നോൽക്കലുണ്ടാവില്ല എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. എന്നാൽ റമദാൻ അല്ലാത്തൊരു മാസവും നബി ഞങ്ങൾ പൂർണ്ണമായി നോറ്റിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അഹബ്ബു സിയാം ഇലല്ലാഹി സിയാമു ദാവൂദ്. നബി ഞങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ദാവൂദ് നബിയുടെ നോമ്പാണ്. കാന യസൂമു യൗമൻ വയുഫ്തിറു യൗമൻ. അദ്ദേഹം ഒരു ദിവസം നോമ്പെടുക്കും, അടുത്ത ദിവസം നോമ്പ് ഒഴിവാക്കും. അങ്ങനെ ആയുസിൻ്റെ പകുതി കാലം നോമ്പൊറ്റ ആളാണ് ദാവൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൊത്തം ആയുസിൻ്റെ പകുതി അദ്ദേഹം നോമ്പുകാരനായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു നബിയുടെ അദ്ദേഹം എന്നും നോമ്പ് വയ്ക്കുമായിരുന്നു. നല്ല ചെറുപ്പക്കാരനായ, നല്ല തണ്ടും തൊടി ആരോഗ്യമുള്ള ഒരു സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ്. 5 അബ്ദുള്ളമാരിൽ ഒരാളാണ്. നൂറുകണക്കിന് അബ്ദുള്ള സ്വഹാബിമാരിൽ അതിൽ പ്രഗത്ഭരായ 5 അബ്ദുള്ളമാർ നമ്മൾ മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട അബ്ദുള്ളയാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ്. അദ്ദേഹത്തെ എന്നും നോമ്പായിരുന്നു, എല്ലാ ദിവസവും നോമ്പ്. ഈ വിവരം നബി അറിഞ്ഞു. നബി ഞങ്ങൾ വിളിപ്പിച്ചു അബ്ദുള്ളയെ, ചോദിച്ചു, എന്താ അബ്ദുള്ള എന്ന് നോമ്പാന്ന് കേട്ടല്ലോ. അതേ നബി എന്ന് നോമ്പ് വയ്ക്കലുണ്ട്. നബി അത് പറ്റില്ല, അങ്ങനെ എന്ന് നോമ്പ് വയ്ക്കാൻ പറ്റില്ല. നോമ്പ് മാത്രം പോരാ, എനിക്ക് കടമകൾ മറ്റു പലതുമുണ്ട്. അതുകൊണ്ട് എല്ലാ കടമയും വേണം നിർവഹിക്കാം. കുടുംബത്തോട് കടമയുണ്ട്, സ്വന്തം ശരീരത്തോട് കടമയുണ്ട്, റബ്ബിനോടും കടമയുണ്ട്. എല്ലാ കടമയും വേണം നിർവഹിക്കുക. അതുകൊണ്ട് നീ എല്ലാ മാസവും 3 ദിവസം നോറ്റോ. എന്നാൽ 1-ന് 10 ഇരട്ടി കൂലിയാണ്. 3 നോറ്റാൽ 30 കൂലിയായി. അപ്പം എല്ലാ മാസം 3 നോറ്റാൽ എല്ലാ മാസം 30 കൂലിയായി. അപ്പം അദ്ദേഹം നബിയായി, എനിക്കിപ്പോൾ എന്താ ഈ 3 നോമ്പൊക്കെ, ഞാൻ നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ, എനിക്കിപ്പോൾ 3 നോമ്പ് അതിനേക്കാളൊക്കെ നോക്കാൻ എന്നെ കൊണ്ട് കഴിയും. അപ്പം നബി ഞങ്ങൾ പറഞ്ഞു, എന്നാ പിന്നെ സും യൗമൻ വ അഫ്തിർ യൗമൈനി. ഒരു ദിവസം നോമ്പെടുക്കുക, 2 ദിവസം നോമ്പ് ഒഴിവാക്കുക. അപ്പം എല്ലാ മാസം 10 ദിവസം നോമ്പ്, 20 ദിവസം നോമ്പില്ല. അപ്പോഴും അദ്ദേഹം നബി എനിക്ക് അതിനേക്കാളേറെ കഴിയും. ഇപ്പം പറഞ്ഞു സും യൗമൻ വ അഫ്തിർ യൗമ. എന്നാൽ പിന്നെ ഒരു ദിവസം നോമ്പ് ഒഴിക്കുക, അടുത്ത ദിവസം നോമ്പ് ഒഴിവാക്കുക. ഇടവിട്ട ദിവസങ്ങൾ നീ നോമ്പ് നോറ്റോ. അപ്പോഴും നബി എനിക്ക് അതിനേക്കാളേറെ കഴിയും. അപ്പം നബി ഞങ്ങൾ പറഞ്ഞു, ലാ അഫ്ളല മിൻ ദാലിക്. അതിനേക്കാളും അഫ്ളൽ ഇനി വേറില്ല. ഏറ്റവും അഫ്ളൽ ഇതാണ്, ഇതിനപ്പുറഞ്ഞ് വേറെ അഫ്ളലില്ല. അങ്ങനെ അദ്ദേഹം മരിക്കുന്നവരെ നോറ്റുന്നാണ്. മരിക്കുന്നവരെ അദ്ദേഹം ഇടപെട്ട ദിവസങ്ങൾ സ്ഥിരമായി അദ്ദേഹം നോമ്പെടുത്തു. അവസാനം വയസ്സായി, നബിയൊക്കെ വഫാത്തായി പോയി. അബ്ദുല്ലാഹി ബിൻ അംറിന് ഒരുപാട് ആയുസ് കിട്ടി, വയസ്സായി, ഈ നോമ്പ് നോക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി. പക്ഷെ അദ്ദേഹം വിചാരിച്ചു, ഞാൻ അള്ളാഹു റസൂലിക്ക് ഇളവ് തന്നിട്ട് ഞാൻ വാങ്ങാതെ നബിനോട് പറഞ്ഞു ചോദിച്ച് വാശി പിടിച്ച് തുടങ്ങിയതാണല്ലോ, അത് ഞാൻ നിർത്തുക എന്നുള്ളത് ശരിയല്ല. അദ്ദേഹം അന്ന് വയസ്സാം കാലത്ത് പറയുന്നത്, ഞാൻ ഇപ്പം ആലോചിക്കുകയാണ്, നബി അന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം തന്നെ അത് സ്വീകരിച്ചാൽ മതിയായിരുന്നു. എല്ലാ മാസം 3 നോക്കാറല്ലോ, അത് സ്വീകരിച്ചാൽ മതിയായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷെ അന്നത്തെ ഒരു ആരോഗ്യത്തിൽ ഞാനത് പറഞ്ഞു. ഇനി ഏതായാലും അത് നിർത്തുന്നത് ശരി, നബിനോട് അങ്ങനെ ചോദിച്ച് വാങ്ങിയ സ്ഥിതിക്ക് നിർത്തുന്നത് ശരിയില്ല. അദ്ദേഹം മരിക്കുന്നവരെ പ്രയാസപ്പെട്ടുകൊണ്ടാണെങ്കിലും അദ്ദേഹം അത് പൂർത്തിയാക്കി എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഒരാൾക്ക് എത്രയും നോമ്പ് വയ്ക്കാം, എപ്പോൾ വേണമെങ്കിൽ നോമ്പ് വയ്ക്കാം. പ്രത്യേകം നോമ്പ് വെക്കണമെങ്കിൽ തെളിവാണെന്നുള്ളൂ. അപ്പം എല്ലാ വെള്ളിയാഴ്ച നോമ്പ് വയ്ക്കുകയാണ്, വെള്ളിയാഴ്ച മാത്രം നോമ്പ് വയ്ക്കുക, വെള്ളിയാഴ്ച നല്ല ദിവസമല്ലേ അന്ന് നോമ്പ് വയ്ക്കുക, അത് പറ്റില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ തെളിവ് വേണം.
എല്ലാ ശനിയാഴ്ച നോക്കുകയാണ്, അത് പറ്റൂല. എന്നാൽ അയാളെങ്ങനെ നോറ്റു, അയാളിപ്പോൾ ഒരു തിങ്കളാഴ്ച നോറ്റു, പിന്നെ ചൊവ്വാഴ്ച ഇല്ല, ബുധനാഴ്ച നോറ്റു, വ്യാഴാഴ്ച ഇല്ല, വെള്ളിയാഴ്ച നോറ്റു, ശനിയാഴ്ച ഇല്ല, ഞായറാഴ്ച നോറ്റു, തിങ്കളാഴ്ച ഇല്ല, അങ്ങനെ ഇടപെട്ട് നോറ്റു പോവാണ്, ഒരു കുഴപ്പമില്ല. ഇന്ന ദിവസം നല്ല ദിവസമല്ലേ അതുകൊണ്ട് നോക്കുക അങ്ങനെ പറയണമെങ്കിൽ തെളിവ്. എല്ലാ ദിവസവും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഇന്ന ദിവസത്തിന് ഇന്ന അമൽ ചെയ്യണം എന്ന് പറയണമെങ്കിൽ അള്ളാഹ് പറയണം. ഇന്ന സമയത്തിന് ഇന്ന പ്രത്യേകതയുണ്ട് എന്ന് പറയണമെങ്കിൽ പഠിച്ചോൻ പഠിപ്പിക്കണം. ഇന്ന സ്ഥലത്തിന് ഇന്ന പ്രത്യേകത ഉണ്ട് പറയണമെങ്കിൽ അള്ളാഹ് പറയണം. എല്ലാ സ്ഥലവും അള്ളാഹിന്റെ മഖ്ലൂഖാണ്. അപ്പം പള്ളിക്ക് പ്രത്യേക സ്ഥാനമുണ്ട്, എങ്ങനെ മനസ്സിലായി? അള്ളാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു. മക്കൾക്ക് സ്ഥാനമുണ്ട്, മക്ക അള്ളാഹ് പറഞ്ഞു, നബി ഞങ്ങൾ വിശദീകരിച്ചു. മിന, മുസ്ദലിഫ, അറഫ സവിശേഷതയുണ്ട്, നബി ഞങ്ങൾ പറഞ്ഞു അള്ളാഹിന്റെ വഹി പ്രകാരം. എന്നപ്പോൾ ഈ സ്ഥലത്ത് വെച്ച് ഇന്ന കാര്യം ചെയ്യ സുന്നത്താണ് എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം. അത് ഉമർ ഖത്താബും പിന്നെ സ്വഹാബിമാരും ഒന്നിച്ച് യാത്ര പോകുമ്പോഴാണ് ഒരു മരം കണ്ടപ്പോൾ എല്ലാവരും കൂടി വണ്ടി മരത്തിലോട്ടേക്ക്. ഉമർ ഖത്താബ് ചിന്തപ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് കൊണ്ട് വെച്ചു. അങ്ങക്ക് ഓർമ്മല്ലേ പണ്ട് നബിനെടുത്ത് നമ്മൾ ബയ്യത്ത് ചെയ്ത മരമല്ലേ വെച്ചു, നബിയുമായി കൈപിടിച്ച് നമ്മൾ കരാറ് ചെയ്തൊരു മരം, ആ മരമാണിത്. ഉമർ ഖത്താബിന് ആ പരിപാടി പറ്റില്ല, ആ മരം പറിച്ചു ഒഴിവാക്കിയാണ്. ഇങ്ങനെ തന്നെ മുൻഗാമികൾ നശിച്ചത്, മുൻഗാമികൾ നശിച്ചത് ഇങ്ങനെയാണ്, അത് പറ്റില്ല. അത് പറിച്ചു ഒഴിവാക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടതാണ്. സനത് കൊണ്ട് ചില ദുർബലതകളൊക്കെ സംഭവത്തിലുണ്ട്, ചരിത്രത്തിൽ ധാരാളമായി രേഖപ്പെടുത്തപ്പെട്ട സംഭവമാണ് അത്. ഏതാണെങ്കിലും ഈ നിസ്കാരം ആ മുഅയ്യനായ നിസ്കാരം എന്ന നിലയ്ക്ക് സ്വഹിയാവുകയില്ല, കഴുതിനീയത്തില്ല. എന്നാൽ നിസ്കാരം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ അയാൾക്ക് മുത്തലക്കായ സുന്നത്താക്കി അതിനെ മാറ്റാം, അത് അയാൾക്ക് അനുവാദമുണ്ട്. ഇനി മൻ ദഖല ഫീ സ്വലാത്തിൻ, ഒരാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു, മുൻഫരിദൻ ഒറ്റക്കാണ്, ഇവിടെ വന്നപ്പോൾ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഒറ്റക്ക് നിസ്കരിക്കണം. ഫജാഅ മജ്മൂഅത്തുൻ, അപ്പോൾ സംഘം വന്നു, ഫസല്ലൗ ജമാഅ, അങ്ങനെ അവരൊക്കെ പാടെ ജമാഅത്ത് നിസ്കരിച്ചു. ഇയാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നു. അപ്പോഴാണ് പള്ളിക്കാട് വേറെ പുതിയ ജമാഅത്ത് ആരംഭിച്ചത്. നമ്മൾ പള്ളിയിൽ വന്നു, ജമാഅത്ത് കഴിഞ്ഞു, അത് നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കണം. അപ്പോൾ 10 ആൾ കയറി വന്നു. ആ 10 ആൾ ബാഗു കാമത്തെ കൊടുത്തിട്ട് വലിയ പുതിയ നിസ്കാര ജമാഅത്ത് അവിടെ ആരംഭിക്കുകയാണ്. എങ്ങനെ ഇയാൾക്ക് അതിലേക്ക് കൂടാൻ പറ്റുമോ? ഇയാൾ ഒറ്റക്കാണല്ലോ, അവിടെ ജമാഅത്ത് ആരംഭിക്കുകയും ചെയ്തു. ആ ജമാഅത്തേക്ക് ഇയാൾക്ക് മാറാൻ പറ്റുമോ? ഫന്തഖല, ഇയാൾ മാറി, മിനൽ ഇൻഫിറാദി ഇലൽ ഇത്തിമാമി, ഒറ്റക്ക് നിസ്കരിക്കുന്നതിൽ നിന്ന് ഈ തുടർച്ചയിലേക്ക് മാറി. ഇമാമി ഹാദിഹിൽ ജമാഅ, ഈ ജമാഅത്തിന് ഇമാമിനോട് തുടരുക എന്ന നിലയ്ക്ക് അയാൾ നേരെ അതിൽ പോയാണ് ചേർന്നു നിസ്കാരത്തിനിടയിൽ. എങ്കിൽ സ്വഹത്ത് സ്വലാത്തുഹു, അവിടെ നിസ്കാരം സ്വഹീഹാവും. ലിഅന്നൽ ഇൻതിഖാല ഹുനാ, കാരണം ഇവിടെ ഈ മാറിയത് ഇന്നമാ ഹുവ തഗ്യീറുൻ ലിസിഫത്തിൻ മിൻ സിഫാത്തിൻ നിയ്യ, നിയ്യത്തിന്റെ സിഫത്ത് മാത്രമാണ് മാറിയത്. ഫലം യുബ്തിലി സ്വലാ, അത് നിസ്കാരത്തെ ബാത്തിലാക്കുകയില്ല. കൽ ഇൻതിഖാലി മിൻ മഅ്മൂമിൻ ഇലാ ഇമാമിൻ, മഅ്മൂം ഇമാമായി മാറാൻ പറ്റുമോ? പറ്റുമല്ലോ. നമ്മൾ മഅ്മൂമായിരുന്നു, പിന്നെ ഒരാളൊന്ന് നമ്മുടെ ബാക്കിൽ മസ്ബൂക്കായി വന്ന് കൂടി, അപ്പം നമ്മൾ ഇമാമായി മാറും. അപ്പം മഅ്മൂമിന് ഇമാമായി മാറാൻ പറ്റുമോ? പറ്റും. എങ്കിൽ മുൻഫരിദിന് മഅ്മൂമായി മാറാനും പറ്റും. അപ്പോൾ ഒറ്റ നിസ്കരിക്കുന്ന ഒരാൾ ഒരു ജമാഅത്ത് കിട്ടിയാൽ ആ ജമാഅത്തേക്ക് നീങ്ങുന്നതിന് വിരോധമില്ല, പ്രശ്നമില്ല. അടുത്ത മസല, ഫഇൻ കാന ഹാദല്ലദി ദഖല മഅൽ ജമാഅ, ഇനി ഈ മനുഷ്യൻ ഈ ജമാഅത്തിലേക്ക് ഇപ്പൊ കയറിയ ആള് അയാളായിരുന്നെങ്കിൽ എങ്ങനെ? ഖദ് സ്വല്ലാ റക്അതൻ, ഒരു റക്അത്ത് ആദ്യം നിസ്കരിച്ചിട്ടുണ്ട്, അപ്പോഴാണ് ഇവിടെ പുതിയ ജമാഅത്ത് ആരംഭിക്കുക. ഔ അക്സറ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ലം യജുസ് ലഹു, അവർ ജായിസ് ആവുകയില്ല അസിയാദതു ഫി അദദ് റക്അത്തി ഹാദിഹി സ്വലാ, നിസ്കാരത്തെ എണ്ണം കൂട്ടാൻ പറ്റുമോ? അത് പറ്റൂല. അയാൾ മഗ്രിബായിരുന്നു, 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പുതിയ ജമാഅത്ത് തുടങ്ങിയത്, അതിൽ പോയി കൂടി. അപ്പം ഇയാൾ 2 റക്അത്ത് ആദ്യം കഴിഞ്ഞു, ഇനി ഇവർക്ക് 3 റക്അത്ത് ബാക്കിയുണ്ട്, അപ്പം അയാൾ ഒപ്പം കൂടെ അയാൾക്ക് 5 ആവൂലേ? അത് പറ്റുമോ? ഇല്ല. മഗ്രിബ് എപ്പോഴും 3 തന്നെയാണ്, എണ്ണം കൂട്ടാൻ പറ്റുക ഇല്ല. അപ്പം എന്ത് ചെയ്യും? ഫൈദാ തമ്മത്ത് സ്വലാത്തുഹു, അവൻ്റെ നിസ്കാരം പൂർത്തിയായാൽ ജലസ, അവൻ ഇരിക്കുന്നു. അത് ഇമാമു റക്അത്ത് കഴിഞ്ഞു, അപ്പം ഇവന് 3 റക്അത്തായി. അത് 2 നിസ്കരിച്ചു, 3ാമത്തെ റക്അത്തിലാണ് ജമാഅത്ത് കിട്ടിയത്.
അപ്പോൾ അവന് ഇമാമിൻ്റെ ഒപ്പം റക്കാത്ത് കിട്ടും. ആ റക്കാത്ത് കഴിയുമ്പോൾ ഇമാം രണ്ടാമത്തേക്ക് എണീക്കും. ഇവൻ അവിടെ ഇരിക്കണം, എണീക്കാൻ പാടില്ല. കാരണം ഓരോ നിസ്കാരം എണ്ണം പൂർത്തിയായി, അവൻ ഇരിക്കുന്നു. നിശ്ചയിച്ച നിസ്കാരത്തിനേക്കാളും എണ്ണം കൂടാതിരിക്കാൻ വേണ്ടി അവൻ അവിടെ തന്നെ ഇരിക്കുന്നു. വഹുവ മുഖയ്യറുൻ, അവന് സ്വാതന്ത്ര്യമുണ്ട്. ബൈനയം വിയൽ ഇംഫിറാദ, ഒന്നുകിൽ അവന് ഞാൻ ഇംഫിറാദാകുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം, ഇമാമിനെ പിരിയുന്നു. ഇമാമൻ രണ്ടാമതൊക്കെ നിൽക്കുമ്പോൾ ഇമാമിനെ പിരിയാണ്, ഞാൻ ഒറ്റയ്ക്ക് പൂർത്തിയാക്കുകയാണ് എന്ന നിയ്യത്തോടു കൂടി ഓരോ വേണമെങ്കിൽ ഇമാമിനെ വിളിച്ച് പിരിയാം. അങ്ങനെ പിരിഞ്ഞാൽ സുമ്മ യതശഹദു ഇല്ലം യകുൻ തശഹദ സുമ്മ യുസല്ലിമു, അയാൾ തശഹുദ് തയ്യാത്ത് നടത്തുന്നു, അയാൾ സലാം വീട്ടുന്നു. അപ്പോൾ ഇമാമിനെ പിരിഞ്ഞു. അപ്പോൾ രണ്ടരക്കാലത്ത് ഒറ്റയ്ക്ക് സ്കരിച്ചു. മൂന്നാമത്തെ റക്അത്ത് ജമാഅത്തായി കൂടി. അത് കഴിഞ്ഞ് നാലാമത്തെ റക്അത്തേക്ക് ഇമാം എണീക്കുമ്പോൾ ഇവൻ അവിടെ ഇരിക്കുന്നു. ഇരുന്നിട്ട് പോകുന്ന തയ്യാത്ത് ചൊല്ലി അവൻ സലാം വീട്ടി പോകുന്നു. ഇനി അല്ലെങ്കിൽ ഇമാമ, അവനോട് ഇരുന്നിട്ട് ഇമാമിനെ കാത്തിരിക്കാം. ഹത്താ യുസല്ലിമ ഫയുസല്ലിമ മഅഹു, അവൻ മൂന്നാമത്തെ റക്അത്തിൽ ഇരുന്നു. ഇമാമിൻ്റെ രണ്ടാമത്തെ റക്അത്തേക്ക് എണീറ്റു. അവിടെ ഇമാമ് നിസ്കാരം കഴിഞ്ഞ അത്തഹിയാത്തിലേക്ക് വരുന്നത് വരെ ഇവന് വേണേ അത്തഹിയാത്തിലിരിക്കാം. അവിടെ പ്രാർത്ഥന വർദ്ധിപ്പിച്ചുകൊണ്ട് അത്തഹിയാത്ത് നീട്ടി. അങ്ങനെ ഇമാമ് മൂന്നാമത്തെ റക്അത്തും കഴിഞ്ഞ് അത്തഹിയാത്തിൽ വന്നു. ഇമാമ് സലാം വിട്ടുമ്പോൾ ഇമാമിൻ്റെ കൂടെ ഇവനും സലാം വിട്ടി, അതും പറ്റും. രണ്ട് രീതിയും അനുവദനീയമാണ്. ഇത് നമുക്ക് മറ്റു പല സ്ഥലത്തും ആവശ്യം വരും. ഇപ്പം നമ്മൾ ജമ്മാക്കി പോന്നു, മഗ്‌രിബ് ഇശാ കൂടി ജമ്മാക്കി വന്നു, പള്ളി വന്നു, ഇശാന് സമയത്ത് എത്തിയത്. ഇവിടെ നമ്മൾ ഇശാ ജമാഅത്ത് ഇഖാമത്ത് കൊടുക്കുന്നു, നമുക്ക് മഗ്‌രിബ് ബാക്കിയുണ്ട്. നമുക്ക് മഗ്‌രിബിൻ്റെ നിയ്യത്തോടു കൂടി ഇശാ ജമാഅത്തിൽ പങ്കെടുക്കാം. ഇമാം ഇശാ ആണ്, നമ്മുടെ മഗ്‌രിബാണ്. ആ നിലക്ക് ആ ജമാഅത്തിൽ പങ്കെടുക്കാം. അപ്പം നമുക്ക് 3 റക്അത്ത് ഉണ്ടാവുള്ളൂ, ഇമാമിന് 4 ഉണ്ടാവും. അപ്പം ചെയ്യേണ്ടത് ഇതാണ്: 3 റക്അത്ത് കഴിഞ്ഞാൽ അത്തഹിയാത്തിലിരിക്കുന്നു, എണീക്കുന്നില്ല. 4ാമത്തെ റക്അത്തേക്ക് എണീക്കുന്നില്ല. ഒന്നുകിൽ ഇമാമിനെ പിരിയുന്നു എന്ന നിയ്യത്തോടു കൂടി അത്തഹിയാത്ത് പൂർത്തിയാക്കി സലാം പൂട്ടുന്നു. അല്ലെങ്കിൽ അത്തഹിയാത്തിൽ ഇരുന്നു കൊണ്ട് ദുആകൾ വർദ്ധിപ്പിക്കുന്നു. ഇമാമ് 4ാമത്തെ റക്അത്തും കഴിഞ്ഞ് അത്തഹിയാത്തിൽ വന്ന് ഇമാമ് സലാം പൂട്ടുമ്പോൾ കൂടെ സലാം പൂട്ടുന്നു. അതൊക്കെ ഈ ഒരു അസ്ലാണ്, അതിലേക്കെല്ലാം ഉള്ള. അപ്പം നിയ്യത്ത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നതിന് വിരോധമില്ല. ഇമാമിൽ നിന്ന് മഅ്മൂമിലേക്ക് മാറാം, മഅ്മൂമിൽ നിന്ന് ഇമാമുക്ക് മാറാം, ഒറ്റക്കുള്ളവന് ജമാഅത്തിലേക്ക് മാറാം. ഈ ജമാഅത്തുള്ള ഒറ്റക്കാകാൻ പറ്റുമോ? അതും പറ്റും, അതും വരും ശേഷം. ഇനി ഇദാ ദഖലൽ മുസാഫിർ, 1569. ഇദാ ദഖലൽ മുസാഫിർ ഫി സ്വലാ, ഒരു മുസാഫിറാണ്, യാത്രക്കാരനാണ്, ഓ നിസ്കാരത്തിൽ പ്രവേശിച്ചു. വലം യൻവി ഇത്മാമൻ വലാ ഖസ്റാ, ഖസ്റാണ് എന്നോ അല്ല പൂർത്തിയായിട്ടാണ് എന്നോ ഒന്നും നിയ്യത്ത് ചെയ്തിട്ടില്ല. അയാൾ ദുഹ്സ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി ദുഹ്സ്കാരം തുടങ്ങി. 2 റക്അത്ത് ഖസ്റാക്കി സ്കരിക്കണോ അല്ല 4 റക്അത്ത് പൂർത്തിയാക്കി സ്കരിക്കണോ, അത് അയാൾ അപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ഫലഹു അൻ യുഖസ്സിറ, അവന് ഖസ്ർ ചെയ്യാൻ പറ്റും. കാരണം ലഅന്നൽ ഖസ്റ ഹുവൽ അസ്ലു ഫീ സ്വലാത്തി സഫർ, യാത്രക്കാരുടെ നിസ്കാരത്തിൽ അസ്ല് ഖസ്റാകുന്നു. യാത്രക്കാർ 4 റക്അത്തല്ല അസ്ല്, 2 റക്അത്താണ് ഒരു അസ്ല്. യാത്രക്കാരുടെ നിസ്കാരം ഖസ്റാണ്. അതുകൊണ്ട് ആ അസ്ൽ എടുക്കാൻ ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പം തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോൾ തന്നെ ഖസ്റാക്കി നിസ്കരിക്കുമെന്ന ഉദ്ദേശം ഇല്ലെങ്കിലും നിസ്കാരം തുടങ്ങിയ ശേഷം അയാൾക്ക് വേണമെങ്കിൽ ഖസ്റാണ് എന്ന് തീരുമാനിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. അയാൾ സലാം വിട്ടത് കാത്തിരിക്കുന്നു. സൊഫിലേക്ക് ചേരുക അല്ല, സലാം വിട്ടില്ല, സലാം വിട്ടി അർത്ഥമില്ലല്ലോ. അയാൾ നേരെ ആ സൊഫിലേക്ക് വന്നാൽ ചേരുന്നു നിസ്കാരത്തിൽ തന്നെ. അയാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കെ ആ സൊഫിലേക്ക് വന്ന് അതിൻ്റെ ഭാഗമായിട്ട് ചേരുന്നു. സലാം വിട്ട നിസ്കാരം കഴിഞ്ഞില്ലേ, പിന്നെ ചർച്ചയില്ലല്ലോ, പിന്നെ മറ്റു പുതിയ നിസ്കാരമല്ലേ. നടന്നു വരാം, വിരോധമൊന്നുമില്ല. അങ്ങനെ നിസ്കാരത്തിൽ നടന്നു വരാൻ പാടില്ല ഒന്നുമില്ല. നിസ്കാരത്തിൻ്റെ ഒരു അടക്കും ഒതുക്കും പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിസ്കാരത്തിൽ തീരെ അനങ്ങാൻ പാടില്ല എന്നൊന്നും അങ്ങനെ ഇല്ല. മുന്നേക്കും പിന്നേക്കും സൈഡിലൊക്കെ ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ അനുവാദമുണ്ട് നിസ്കാരത്തിൽ. ഇപ്പം ഞങ്ങൾ പേരക്കുട്ടികൾ എടുത്തോണ്ട് നിസ്കരിച്ചില്ലേ, പേരക്കുട്ടികൾ എടുത്ത് നിസ്കരിച്ചു, സുജൂദിക്ക് പോകുമ്പോൾ അവിടെ വെക്കും,
എന്നിട്ട് എണീക്കുമ്പോൾ പിന്നെയും കുട്ടിയെടുത്ത് നിസ്കരിക്കും. ഇതൊക്കെ നബിതങ്ങൾ ചെയ്താണ്. നമുക്ക് ഈ 3 അനക്കം മടങ്ങിയ ബാത്തിലാവുമെന്ന് പഠിച്ചപ്പോണ്ടായ വസ്വാസാണത്. അത് 3 അനക്കം എന്ന് പ്രത്യേകം ഹദീസ് പറഞ്ഞതല്ല, അധികമായ അനക്കം പാടില്ല എന്നാണ്. അപ്പോൾ അധികം എന്ന് എപ്പോഴാണ് പറയുക? ആ ചർച്ചയിലാണ് ഷാഫി മദ്ഹബിലൊക്കെ 3 അധികമായി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് 3 അനക്കം എന്ന് പറഞ്ഞത്. അതാണ് അതിൽ ഓവർ സൂക്ഷ്മം കാണിച്ച ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ പിന്നെ ചൊറിയാനൊക്കെ കാണിച്ചു നിൽക്കുമ്പോൾ കയ്യെടുത്തോടെ കൊണ്ട് അവിടെ വെക്കും. അപ്പോൾ ഒരു അനക്കായല്ലോ, അപ്പോൾ ചൊറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് വല്ലാണ്ട് മാന്തും. അപ്പോൾ അത് വേറെ അനക്കതി കൂട്ടില്ല എന്നാണ്. പിന്നെ കൊണ്ടുള്ളത് വേറെ. കാരണം ഒന്നിച്ച് പോയാൽ ഇങ്ങെടുത്ത് മാന്തി എഴുതുമ്പോൾ 4 ആവും. അപ്പോൾ അത് ബാത്തിലാവുമെന്ന് പേടിച്ചിട്ട് മൂലയന്മാരൊക്കെ അത് കാട്ടുള്ളൂ. നേരെ മാന്തൂല, നേരെ പോയിക്കാൻ അവിടെ പോയിക്കാണ്ട് പിന്നെ അറിയാത്തവരൊക്കെ നിൽക്കുക. പിന്നെ അത് കഴിഞ്ഞു, ആ അനക്കം കഴിഞ്ഞു. അത് പിന്നെ 2ാമത്തെ അനക്കം വേറെ. അപ്പോൾ അത് 2ാമത് റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അത് 1 കൂട്ടുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുന്നത് വേറെ. അപ്പോൾ അത് 1 കൂട്ടുള്ളൂ എന്നാണ് ധാരണ. അങ്ങനെയൊന്നുമില്ല. അതേസമയം നിസ്കാരത്തിൻ്റെ ആ അദബിന് യോജിക്കാത്ത വിധമുള്ള അധികമായ അനക്കങ്ങളാണ് പാടില്ല എന്ന് പറഞ്ഞത്. ഇനി മൻ ദഖല 1570 മൻ ദഖല ഫി സഫർ മഅ ഇമാമിൻ. ഇനി ഒരാൾ യാത്രയിൽ ഇമാമിൻ്റെ കൂടെ കൂടി, അയാൾക്ക് അറിയില്ല ഇമാമ് യാത്രക്കാരനാണോ അല്ലെന്നൊന്നും അറിയില്ല. അയാൾ മുസാഫിറാണ്, വലിയ യാത്രാ സംഘമുണ്ട്, പള്ളി വന്നു ജമാഅത്ത് നിസ്കരിക്കുന്നു. ആരാ ഇമാമെന്ന് അറിയില്ല. ഇമാമെന്ന ആൾ മുസാഫിറാണോ അല്ല നാട്ടിലുള്ള ആളാണോ, ഇമാമ് 2 ആണോ 4 ആണോ എന്നൊന്നും മഅ്മൂമിന് അറിയില്ല. ഞാൻ അയാൾ വൈകി വന്നാണ് വിചാരിക്കുക. അങ്ങനെ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഒരു നിസ്കാരം തുടങ്ങി ഇവിടെയൊക്കെ കഴിഞ്ഞപ്പോൾ ഇയാൾ ഉദത്ത് കയറുന്നത്. അപ്പോൾ ഇവരിപ്പോൾ കസറായിട്ടാണോ നിസ്കരിക്കുന്നത് പൂർത്തിയായിട്ടാണോ നിസ്കരിക്കുന്നത് അതൊന്നും ഇയാൾക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഇയാൾ നിസ്കാരത്തിൽ പ്രവേശിച്ചു. എങ്ങനെ? ഫനവ, അയാൾ ഉദ്ദേശിച്ചു മിസ്ല നിയ്യത്തിൽ ഇമാം. ഇമാമ് കസറാണെങ്കിൽ ഞാനും കസറ്, ഇമാമ് പൂർത്തിയാക്കുകയാണെങ്കിൽ ഞാനും പൂർത്തിയാക്കുക എന്ന നിയ്യത്ത് അയാൾ ചേർന്നു എങ്കിൽ സ്വഹത്ത് സ്വലാത്തുഹു, അവിടെ നിസ്കാരം സ്വഹിയാകും. വജാസ ലഹു മുതാബഅത്തുൽ ഇമാമി ഫിൽ ഖസ്ദി അവിൽ ഇത്മാം. ഖസ്റാണെങ്കിലും താമാണെങ്കിലും അയാൾക്ക് ഇമാമിനെ പിന്തുടരൽ അനുവദനീയവുമാണ്. അപ്പോൾ ഇമാമ് ഖസ്റാണെങ്കിൽ ഖസ്റാക്കാം, ഇമാമ് ഫുള്ളാണെങ്കിൽ അയാൾക്കും ഫുൾ നിസ്കരിക്കുകയും ചെയ്യാം. ഖിയാസൻ അലൽ ഹജ്ജി, ഹജ്ജിനോട് ഖിയാസാക്കിക്കൊണ്ട് എന്നാണ്. ഹജ്ജിനോട് ഖിയാസാക്കിക്കൊണ്ട്, അഥവാ ഹജ്ജത്തുൽ വിദായിലേക്ക് വന്നപ്പോൾ നബിതങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ചു, സ്വഹാബികളും ഇഹ്റാമിൽ പ്രവേശിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് നബിതങ്ങൾ പിന്നീട് ചോദിക്കുന്നുണ്ട്, മാദാ ഖുൽത ഹീന ഫറൽതൽ ഹജ്ജ, നിങ്ങൾ ഹജ്ജക്കാണ് കയറിയപ്പോൾ എന്താ പറഞ്ഞത് ചോദിച്ചു. കയറുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്നൊക്കെ പറയണമല്ലോ. അപ്പം നിങ്ങളെന്താ പ്രഖ്യാപിച്ചത് ചോദിച്ചു. അപ്പം അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, ഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഉഹില്ലു ബിമാ അഹല്ല ബിഹി റസൂലുക, അള്ളാഹുവേ റസൂൽ എന്താണോ പ്രഖ്യാപിച്ചത് ഞാനും അത് പ്രഖ്യാപിക്കുന്നു പറഞ്ഞു. എന്താ വ്യക്തമാക്കിയിട്ടില്ല എന്ന്. അപ്പം നബി എങ്ങനെയാണോ ഞാനും അങ്ങനെ എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ നബി അത് അംഗീകരിച്ചത്. അപ്പം അത് മതിയർത്ഥം. അതിനോട് ഖിയാസാക്കിയിട്ട് ഇതും അങ്ങനെ മതിയാകും എന്നാണ് ഇവിടെ പറഞ്ഞത്. വല്ലാഹു അഅലം. ഇനി മറ്റൊരു മസ്അല 1571 മൻ ദഖല ഫി സ്വലാത്തി മുൻഫരിദൻ. ഇനി ഒരാൾ നിസ്കാരത്തിൽ കയറുമ്പോൾ ഒറ്റക്കാട്, ജമാഅത്തൊന്നുമില്ല. ഔ ദഖല മഅൽ ഇമാമി, അല്ലെങ്കിൽ ഇമാമിനെ കൂടെ നിസ്കരിക്കുന്നു. ഫലമ്മ സല്ലമ ഖാമ ലിക്മാലി മാ ഫാതഹു, ഇമാമ് സലാം വീട്ടിയപ്പോൾ ഇയാൾ ബാക്കി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. ഇയാൾ മസ്ബൂക്കായിരുന്നു. ഇമാമ് സലാം വീട്ടി, അപ്പോൾ ഇയാൾ ബാക്കി പൂർത്തിയാക്കാൻ വേണ്ടി എഴുന്നേറ്റു. അല്ലെങ്കിൽ ഇയാൾ ആദ്യമേ ഒറ്റ നിസ്കരിക്കുകയാണ്. സുമ്മ ജാഅ ശഖ്സുൻ ഔ അക്സർ, പിന്നെ 1 or 2 കുറച്ച് ആളുകളൊക്കെ വന്നു. ഫഅതമ്മ ബിസ്വലാത്തിഹി, അവർ ഫഅതമ്മ ബിസ്വലാത്തിഹി, അവർ ഇയാളോട് തുടർന്നു. അപ്പോൾ ഇയാൾ അതിലെ ഒറ്റക്കാണല്ലോ, മുൻഫരിദാണ്. പിന്നീട് ഇയാളെ ബാക്കിൽ ഒരാൾ വന്നിട്ട് മഅ്മൂമായി കൂടി. അപ്പോൾ ഇയാൾ അതുവരെ ഇമാമിന് നിയ്യത്തില്ല. ഇപ്പം ഇയാളെ പിറകിൽ മഅ്മൂമ് വന്ന് ചേരുകയാണ് എങ്കിൽ ഫഇന്ന ഹാദൽ മുൻഫരിദ, ഈ ഒറ്റ നിസ്കരിക്കുന്ന ആള് അവില്ലദീ യുകമ്മിലു സ്വലാത്തഹു, ഈ നിസ്കാരം പൂർത്തിയാക്കുന്ന ആളൊക്കെ യസീഹു അൻ യുഖല്ലിബ നിയ്യതഹു മിനൽ ഇൻഫിറാദി ഇലൽ ഇമാമത്തി, അയാൾ നിയ്യത്ത് ഒറ്റ നിസ്കരിക്കുന്നതിൽ നിന്ന് ഇമാമത്തിലേക്ക് മാറ്റൽ അയാൾക്ക് അനുവദനീയമാണ്. അതിനയാൾക്ക് ഇമാമെന്നുള്ള ഉദ്ദേശമില്ല. ബാക്കിൽ ഒരാൾ വന്നിട്ട് അയാൾ മഅ്മൂമായി കൂടി. അപ്പോൾ അവിടെ മുതൽ ഇയാൾ ഇമാമാകുന്നു എന്ന ഇയാൾക്ക് നിയ്യത്തുണ്ടാവാം. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇമാമിൻ്റെ കൂലിയായി കിട്ടും. അവിടെ മുതൽ ഇമാമത്തിൻ്റെ കൂലിയാൾക്ക് ലഭിക്കും. ഇമാമിൻ്റെ എല്ലാ ഹുക്കും അയാൾക്ക്
ബാധകമാവുകയും ചെയ്യും. വഹാദ ഖൗലുൽ ജംഹൂർ, ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. ലിമാ റവൽ ബുഖാരിയു വ മുസ്ലിമുൻ അൻ ആയിഷത, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് തെളിവ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മിനൽ ലൈലി, നബി തങ്ങൾ രാത്രി നിസ്കരിക്കുമായിരുന്നു. ഫി ഹുജ്റത്തിഹി, നബിയുടെ റൂമിൽ നബി നിസ്കരിക്കും രാത്രി. വജിദാറുൽ ഹുജ്റത്തി ഖസീറുൻ, ഞങ്ങളുടെ റൂമിൻ്റെ ചുമരാണെങ്കിൽ നീളം കുറവാണ്, ഒന്നാകെ ഫുള്ള് മുട്ടിയ ചുമരൊന്നുമില്ല, ഒരു ചെറിയ ചുമര ഞങ്ങൾക്കുള്ളൂ. അപ്പം നബി ഇവിടുന്ന് ഇങ്ങനെ നിസ്കരിക്കും, അപ്പുറത്ത് പള്ളിയാണല്ലോ, നബിൻ്റെ റൂമും പള്ളിയും കൂടെ നേരെ അപ്പുറം ഒറ്റ വാതിലാണ്. ഉമ്മരപ്പടി നബി വീട്ടിൽ കിടന്നിട്ട് പള്ളിയിൽ കിടന്നിട്ട് ഉമ്മരപ്പടിമ തല വെക്കും, ആയിഷ ബീവി പിന്നെ മുടി വാർന്നു കൊടുക്കും എന്നൊക്കെ ഹദീസിൽ കാണാം. പള്ളിക്ക് അവിടെ കിടക്കും, വാതിൽമ തലയും വെച്ച് കിടക്കും. ആയിഷ ബീവി അപ്പുറത്തുനിന്ന് നബിയുടെ മുടി വാർന്നു കൊടുക്കലുണ്ട്. അതായിരുന്നു നബീൻ്റെ വീടും പള്ളിയും കൂടെ. അപ്പോൾ അവിടെ ചെറിയ ചുമരേ ഞങ്ങൾക്കുള്ളൂ. നബി ഞങ്ങൾ റൂമിൽ ഞങ്ങൾ രാത്രി നിസ്കരിക്കും. ഫറഅന്നാസു ശഖ്സൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പള്ളിക്ക് വെച്ച സ്വഹാബികളൊക്കെ നബിൻ്റെ നേലിങ്ങനെ കണ്ടു, പരിയിലിങ്ങനെ നബി നിസ്കരിക്കണത്. ചുമര് അതാണ് ചുമര് നീളല്ലാറുന്നത്. അപ്പോൾ ഈ ചുമൻ്റെ അപ്പുറത്ത് കൂടെ നബി നിസ്കരിക്കുന്ന കോലം പോലും ഇങ്ങനെ കാണുകയാണ്. ഫഖാമ ഉനാസുൻ യുസല്ലൂന ബിസ്വലാത്തിഹി, അപ്പോൾ ചില ആളുകളൊക്കെ നബിനെ തുറന്നുകൊണ്ട് പള്ളിക്കുന്ന് മഅ്മൂമായി കൂടി. നബിയുടെ നിസ്കരിക്കാൻ കണ്ടപ്പോൾ ഓല അവിടെ നബിൻ്റെ ഒപ്പം കൂടിയിട്ട് അവരും രാത്രി നിസ്കാരത്തിന് നബിനെ കൂടെ കൂടി. സ്വനഊദാലിക്കലൈലത്തൈനി ഔ സലാസ, 2-3 ദിവസം പോലും അങ്ങനെ ചെയ്തു. 2-3 ദിവസം അങ്ങനെ ചെയ്തു. ഹത്താ ഇദാ കാന ബഅദ ദാലിക ജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യഖ്റുജ്, അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെന്നപ്പോഴേക്ക് നബി നിസ്കരിക്കാനൊന്നും എണീറ്റില്ല. നബി അവിടെ പരിത്തനെ ഉത്തർന്നു. ഫലമ്മ അസ്ബഹ ദക്കറ ദാലിക അന്നാസ്, നേരം പുലർന്നപ്പോൾ സ്വഹാബികൾ നബിയോട് പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ ഞങ്ങളൊപ്പം നിസ്കരിച്ചിരുന്നു, ഇന്നിപ്പോൾ ഞങ്ങൾ കണ്ടില്ലല്ലോ എന്നുണ്ട്. ഫഖാൽ ഇന്നി ഖശീതു അൻ തുക്തബ അലൈക്കും സ്വലാത്തുൽ ലൈൽ, രാത്രി നിസ്കാരം ഫർളാക്കപ്പെടുമോ എന്ന് ഞാൻ പേടിച്ചു. നിങ്ങളെ ഈ ഒരു താല്പര്യം കണ്ടപ്പോൾ അതൊരു നല്ലതല്ല, അപ്പം ഞാൻ അല്ലാതെ ഫർളാക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ പിന്നെ വരാതിരുന്നത്. അപ്പോൾ അവിടെ എന്ത് മനസ്സിലായി? നബിക്ക് ഇമാമെന്ന നിയ്യത്തില്ല. നബി വീട്ടിൽ നിസ്കരിക്കുകയാണല്ലോ, ഇമാമത്ത് ഉദ്ദേശിച്ചിട്ടില്ല. ഇവൻ നബി അറിയാതെ ബാക്കിൽ അവിടെ നിസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ അതും പറ്റും എന്ന് മനസ്സിലായി. അത് പറ്റുമെങ്കിൽ മറ്റേതായിരുന്നാലും പറ്റുമെന്ന് മനസ്സിലാക്കാം. ഇനി മൻ ദഖലൽ മസ്ജിദ, ഒരാൾ പള്ളിയിൽ വന്നു, ലിയുസല്ലിയ ഫരീദത്തൻ ഔ നാഫില, ഫർളാവട്ടെ സുന്നത്താവട്ടെ നിസ്കരിക്കാൻ വന്നാണ്. ഫവജദ റജുലൻ യുസല്ലി, അപ്പോൾ ഒരാളോട് നിസ്കരിക്കുന്നുണ്ട്. മുൻഫരിദൻ, അയാൾ ഒറ്റ നിസ്കരിക്കുകയാണ്. ഫഅതമ്മ ബിഹി, അയാൾ തുടർന്നു. ഒരാളെ പള്ളിക്ക് നിസ്കരിക്കുന്നു, ഇയാൾ വന്നപ്പോൾ ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, അയാളെ ബാക്കിൽ പോയിട്ട് മഹ്മൂമായി കൂടി. അയാൾ ഫർളാണോ സുന്നത്താണോ എന്ന് ഇയാൾക്കറിയില്ല. ഇയാൾ അയാളെ ബാക്കിൽ മഹ്മൂമായിട്ട് അവിടെ കൂടി. ഫഅതമ്മ ബിഹി, അയാൾ പിന്തുടർന്നു. ഇതമ്മ പിന്തുടർന്നു. ഫലം യൻവി ഹാദൽ മുൻഫരിദു അൽ ഇമാമത്ത, പക്ഷെ ഈ ഒറ്റ നിസ്കരിക്കുന്ന ആള് ഇമാമത്തെ നിയ്യത്ത് ചെയ്തില്ല. ഇയാൾ ബാക്കിൽ നിന്ന് കൂടി, മറ്റാൾ ഇമാമ എന്നുള്ള നിയ്യത്ത് അയാൾക്കുണ്ടായില്ല. അയാളെ നിസ്കാരം എങ്ങനെയാണ് നിസ്കരിച്ചു. എങ്കിൽ സ്വഹത്ത് സ്വലാത്തു ഹാദ ദാഖിലി, ഈ കയറി വന്ന ആളെ നിസ്കാരം സ്വഹിയാകും. മറ്റാൾ ഇമാമത്ത് ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് മഅ്മൂമായി കൂടി ആൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ലിഅന്ന ഫസാദ സ്വലാത്തിൽ ഇമാം അല്ലദീ ഇൻഅഖദ അൽ-ഇത്തിമാമു ബിഹി ലാ യുഫ്സിദു സ്വലാത്തൽ മഅ്മൂം, ശരിയായ രൂപത്തിൽ ഒരാളെ പിറകിൽ നിസ്കരിക്കുമ്പോൾ തന്നെ ഇമാമിന്റെ നിസ്കാരം ഫസാദായാൽ മഅ്മൂമിന്റെ നിസ്കാരം ഫസാദാകുമോ? ഇല്ല. അപ്പം ഇമാമിന് വുളൂ പറഞ്ഞു, വുളൂ പറഞ്ഞപ്പോൾ ഇമാം നിസ്കാരം ഒഴിവാക്കി പോയി, എന്നാൽ മഅ്മൂമിന്റെ നിസ്കാരമൊക്കെ ബാത്തിലാവോ? ഇല്ല. അപ്പം ശരിയായ രൂപത്തിൽ ഇമാം മഅ്മൂം നിസ്കരിക്കുമ്പോൾ തന്നെ ഇമാമിന്റെ നിസ്കാരം ബാത്തിലായാൽ മഅ്മൂമിന്റെ നിസ്കാരത്തിനെ ബാധിക്കുന്നില്ല. എങ്കിൽ ഫൈദാലം തൻ അഖ്ലി ഇമാമത്തു ഹൗല, ഓനെ ഇമാമായിട്ട് ആ ഇമാമത്ത് ശരിയായിട്ടില്ലെങ്കിലോ ഇവന്റെ നിസ്കാരത്തിന് കുഴപ്പമുണ്ടാവോ? ഇമാമിന്റെ നിസ്കാരത്തിന് ശരിയായിട്ടില്ലെങ്കിലും മഅ്മൂമിന്റെ നിസ്കാരത്തിന് കുഴപ്പമില്ല. എങ്കിലും ഇമാമിന്റെ ഇമാമത്ത് ശരിയായിട്ടില്ലെങ്കിലോ എന്തായിരുന്നാലും പ്രശ്നമില്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം ഇമാമത്ത് ഉദ്ദേശിച്ചില്ല, മഅ്മൂം ഇയാളെ പിന്തുടർന്ന് നിസ്കരിക്കാൻ വിചാരിച്ചുകൊണ്ട് നിസ്കരിക്കുകയും ചെയ്തു. എന്നാൽ ആ ഇമാമത്ത് ഉദ്ദേശിച്ചില്ല എന്നതുകൊണ്ട്
മഅ്മൂമിന്റെ നിസ്കാരത്തിന് യാതൊരു കുഴപ്പവും സംഭവിക്കുകയില്ല. അതെ, ജമാഅത്തെ കിട്ടും, ഇമാമിന് കിട്ടൂല. ഇമാമിന് ജമാഅത്തെ കിട്ടൂല, അയാൾ ഇമാമത്ത് ഉദ്ദേശിച്ചില്ല, മഅ്മൂമിന് കിട്ടും. ഇമാമത്തിന് കൂലി കിട്ടണമെങ്കിൽ വേണം, ഇമാമത്തിന് കൂലി കിട്ടണമെങ്കിൽ അയാൾ ഇമാമ ഉദ്ദേശിക്കണം, മഅ്മൂമായിക്കണം മഅ്മൂമാ ഉദ്ദേശിക്കണം, അപ്പോഴേ ജമാഅത്തെ കൂലി കിട്ടുള്ളൂ. വെറുതെ പോയി കൂടിയിട്ടുണ്ടെങ്കിൽ മഅ്മൂമിന് കൂലി കിട്ടില്ല, ജമാഅത്തിന് കൂലിയാൾക്ക് കിട്ടുകയുമില്ല. ഇനി മറ്റൊരു മസ്അല 1573. മൻ ദഖല മഅൽ ഇമാമി ഫി സ്വലാ, ഇമാമിന്റെ കൂടെ ഒരാൾ നിസ്കാരത്തിൽ പ്രവേശിച്ചു, മഅ്മൂമായി തന്നെ കൂടി, എങ്കിൽ ലം യസിഹ ഇൻഫിറാദുഹു, പിന്നെ ഇയാൾ ഒറ്റ നിസ്കരിക്കാൻ പറ്റൂല, ബിലാ ഉദ്രിൻ, ശറഅ് അനുവദിച്ച കാരണങ്ങളൊന്നുമില്ലാതെ. ജമാഅത്തിൽ വന്നുകൂടി ഇമാമിനെ കൂടെ മഅ്മൂമായി നീത്തിയത് കൊണ്ട് നിസ്കാരത്തിൽ തുടങ്ങി, പിന്നെ അയാൾ ഇമാമിനൊന്നും മൈൻഡ് ചെയ്യണില്ല, അയാളൊറ്റ അങ്ങനെ നിസ്കരിച്ച് പോകണ്ടേ, അത് പറ്റൂല. അയാൾ മഅ്മൂമായി കൂടിയാൽ ഇമാമിനെ പിന്തുണയാക്കി നിർബന്ധമാണ്. ശറഈയായ ഉദ്റുണ്ടെങ്കിലോ പ്രശ്നമില്ല. ശറഅ് അനുവദിച്ച എന്തെങ്കിലും ന്യായമായ കാരണങ്ങളുണ്ടെങ്കിൽ അയാൾക്ക് പറ്റും എന്നല്ലാതെ അല്ലാതെ പറ്റൂല. ലിഅദമിൽ മസൂഖി ലിഹാദ തഗ്യീർ ഫി സ്വലാ, കാരണം നിസ്കാരത്തിൽ ഈ മാറ്റത്തിന് ന്യായമൊന്നുമില്ല. അയാൾ മഅ്മൂമായി കൂടിയതല്ലേ, മഅ്മൂമായി കൂടിയാൽ അയാൾ കടമയാണ് ഇമാമിനെ പിന്തുടരൽ. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുത്തമ്മ ബിഹി എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഇമാമിനെ നിശ്ചയിച്ചത് പിന്തുടരാൻ വേണ്ടിയാകുന്നു. അപ്പോൾ ഇമാമിൻ്റെ പിറകിൽ മഅ്മൂമായി നിയ്യത്ത് ചെയ്ത് കൂടിയ ഒരാൾ ഇമാമിനെ പിന്തുടരൽ നിർബന്ധമാണ്. മുൻകടക്കാൻ പോലും പറ്റൂല. ഇമാമിനെ മുൻകടന്ന് പോകൽ പോലും ഗൗരവമുള്ള കാര്യമാണ്. എങ്കിൽ പിന്നെ ഇമാമിനെ മൈൻഡ് ചെയ്യാതെ പോകലോ ഏതായിരുന്നാലും പറ്റുകയില്ല. എന്നാൽ അമ്മ ഇൻകാലഹു ഉദ്റുൻ, അയാൾക്ക് ഉദ്റുണ്ടെങ്കിലോ ന്യായമായ കാരണമുണ്ട് വിചാരിക്കാം. അതെന്താ? വഹുമാ യുബീഹു തർക്കൽ ജമാഅത്തി, ജമാഅത്ത് ഒഴിവാക്കാൻ അനുവാദമുള്ള വല്ല കാരണം അയാൾക്കുണ്ടെങ്കിൽ, അയാൾ മഅ്മൂമായി കൂടിയ ശേഷമാണ് അയാൾക്ക് ഒരു ഉദ്റുണ്ടായത്. അപ്പം അയാൾക്ക് ഇമാമിനെ വേർപിരിഞ്ഞിട്ട് അയാൾക്ക് ഇവിടെ ഒറ്റ നിസ്കരിക്കാൻ പറ്റുമ്പോഴാണ്. ശറഅ് അംഗീകരിച്ച ചില കാരണങ്ങൾ താഴെ കാണുന്ന നമ്പർ 3. എന്താണ് കാരണം? അൽ ഉദ്റു മിസ്ല തത്വീരി ഇമാമിഹി, ഇമാമ് വല്ലാതെ ദീർഘിപ്പിച്ചു കൂതാണ്, ഇയാൾ അത്ര വിചാരിച്ചിട്ടില്ല, ഇയാൾക്ക് അർജന്റ് ഉണ്ട്, ഇയാൾ അടുത്ത ബസ്സിന് പോകാനുള്ള ആളാണ്, ട്രെയിൻ വേണം നിൽക്കുകയാണ്, ബേബിസ്ക്ക് ജമാഅത്ത് കാണുന്നവർക്ക് പള്ളി കയറുന്നതാണ്. വന്ന് നോക്കുമ്പോൾ ഇമാമ് സ്വത്ത് വെക്കാണ് തുടങ്ങി, യാതൊരു നിവൃത്തിയില്ല, ട്രെയിന് പോവുകയും ചെയ്യും. ഇയാൾക്ക് ഉദ്റാണ്, ഇമാമിനെ ഒഴിവാക്കിയിട്ട് അയാൾക്ക് വേണമെങ്കിൽ നിസ്കാരം പൂർത്തിയാക്കാം. ഔ മറദിൻ, അല്ലെങ്കിൽ ഇയാൾക്ക് രോഗമാണ്, ഇയാൾക്ക് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നിസ്കാരം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് അസുഖം വന്നു, ഇമാമിനെ കൂടെ പൂർത്തിയാക്കാൻ അയാൾക്ക് കഴിയില്ല തോന്നി. അപ്പോൾ അയാൾക്ക് വേണ്ടി ഇമാമിനെ ഒഴിവാക്കിയിട്ട് സ്വന്തം നിൽക്കുക, അയാൾക്ക് വേഗം നിസ്കാരം പൂർത്തിയാക്കിയിട്ട് അയാൾക്ക് കിടക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിലപ്പോൾ മരുന്ന്, ഇപ്പോൾ ഷുഗറൊക്കെ ഉണ്ടാവാം, ഷുഗർ ഡൗണായി അതിൻ്റെ പ്രശ്നങ്ങൾക്ക് വന്ന് പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഗുളിക തുടങ്ങി കിട്ടാൽ അയാളെ പ്രശ്നം തീരും. അപ്പോൾ ഇമാമ് നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ ഇയാൾ ബോധം കിട്ടും. അപ്പോൾ ഇയാൾ വേഗം ഇമാമിനോട് ഒഴിവാക്കിയിട്ട് ഇയാൾ നിസ്കാരം പൂർത്തിയാക്കി ഒരു മരുന്ന് കഴിക്കാൻ ഉദ്ദേശിക്കുന്നു, കുഴപ്പമില്ല. അതൊക്കെ ശറഈയായ ഉദ്റാണ്. ഔ ഖൗഫി നുആസിൻ, അല്ലെങ്കിൽ ഒരു മയക്കം അയാൾ ഭയപ്പെടുന്നു, എന്തോ ഒരു തലമിഞ്ഞനെ പോലെ തോന്നുക, എന്തോ ചെറിയൊരു അസ്വസ്ഥത തോന്നുക, അപ്പം അങ്ങനെ വീണു പോകുമോ അല്ലെങ്കിൽ മയക്കമുണ്ടാകുമോ ഇതൊക്കെ തോന്നുകയാണ്. അപ്പോൾ അയാൾക്ക് പക്ഷേ ഈ ഇമാമിൻ്റെ ഈ ഇതിനനുസരിച്ച് ഒപ്പം പോകാൻ ഇയാൾക്ക് പറ്റും തോന്നുന്നില്ല, ഇയാൾക്ക് ഒഴിവാകാം. ഔ ഷൈഇൻ യുഫ്സിദു സ്വലാത്തഹു, അല്ലെങ്കിൽ നിസ്കാരത്തെ ബാത്തിലാക്കുന്ന വല്ല കാര്യങ്ങളും ഉണ്ടാകുന്ന ഭയപ്പെടുകയാൾക്ക്. അപ്പം അയാൾക്ക് മൂത്രയിക്കാൻ മുട്ടി, അയാൾക്ക് തോന്നുകയാണ് ഇനി പിടിച്ചെന്നാൽ ചിലപ്പോൾ മൂത്രം മുട്ടിപ്പോകും. അപ്പോൾ ഇമാമ് സലാം മുട്ടണ വരെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും മൂത്രം പോകും. അപ്പോൾ അയാൾക്ക് വേഗം ഇമാമിനെ പിരിഞ്ഞിട്ട് അയാൾക്ക് നിസ്കാരം പൂർത്തിയാക്കിയിട്ട് മൂത്രയിക്കാൻ പോകണമെങ്കിൽ അയാൾക്ക് പോകാം. ഔ അലാ മാലിൻ ഔ അഹ്ലിൻ ഔ ഫവാത്തി റിഫ്ഖത്തിൻ വനഹ്ബിഹി, അയാളുടെ സ്വത്ത് അവിടെ ഉണ്ട്, അയാൾ നിസ്കരിക്കുമ്പോൾ മൊബൈലും ഇതൊക്കെ ഇപ്പോൾ അവിടെ വെച്ച് നിസ്കരിക്കാൻ തുടങ്ങി. ഇയാൾ ജമാഅത്ത് തുടങ്ങിയപ്പോൾ അങ്ങനെ വെട്ടുന്നത് പിന്നെ കക്കാൻ പറ്റുന്ന പോകാൻ കാണുകയാണ്. അപ്പം ഇമാമ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ഒപ്പം നിന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞ് അടിച്ചു പോവും. ഓനവിടെ വേഗം നിസ്കാരം പൂർത്തിയാക്കിയിട്ട് ആ സമ്പത്ത് ഓനവിടെ സംരക്ഷിക്കാൻ പിന്നെ എടുക്കാം. അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രശ്നം ഒരു ഭീഷണി വരാനുണ്ട്, ഓനെ ഒരുത്തെ കൊല്ലാൻ നടക്കുകയാണ്, ഓൻ്റെ പള്ളിക്ക് കയറിയുണ്ട്, ഇപ്പോൾ നിസ്കാരത്തിലാണ്, അപ്പോൾ ഓനാകെ ബുദ്ധിമുട്ടാവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഫൈനോ യസിഹു ഇൻഫിറാദുഹു, അയാൾക്ക് ഒറ്റ നിസ്കരിക്കൽ സ്വഹീഹാകും. ലിമാ റവൽ ബുഖാരി വ മുസ്ലിം, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന സംഭവമാണ് തെളിവ്.
അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാ, ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ കാന യുസല്ലി മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് ബിൻ ജബൽ മദീനത്തെ പള്ളിയിൽ വന്ന് നബിയുടെ കൂടെ മഅ്മൂമായി നിസ്കരിക്കും. അങ്ങനെ സുമ്മ യഅതി ഖൗമഹു, എന്നിട്ട് തൻ്റെ ആളുകളിലേക്ക് അദ്ദേഹം ചെല്ലും. ഫയുസല്ലി ബിഹിമുസ്സലാ, അവരെയും കൂട്ടി ഇമാമായിട്ട് മുആദ് പിന്നെ നിസ്കരിക്കും. മദീനത്തെ പള്ളിക്ക് മഅ്മൂമായി നിൽക്കും നബിയുടെ കൂടെ. അത് കഴിഞ്ഞ് അദ്ദേഹം നാട്ടിൽ ചെല്ലുമ്പോൾ ഓടി ഇദ്ദേഹത്തെ കാത്തിക്കും. കാരണം മുആദ് നല്ല ഖിറാഅത്താണ്. മുആദിനെ പോലെ ഓതുന്ന ആളുകൾ അവിടെ അധികമൊന്നുമില്ല. അപ്പോൾ അവർ വിചാരിക്കുന്ന ആയിക്കോട്ടെ മുആദ് ആയിക്കോട്ടെ ഇമാമ്. അപ്പം മുആദ് മദീനത്തെ പള്ളിക്ക് നിസ്കാരം കഴിഞ്ഞിട്ടേ പോലുള്ളൂ. അതുവരെ ഇവർ നിസ്കരിക്കാതെ വെയിറ്റ് ചെയ്യും. അദ്ദേഹം നിസ്കാരമൊക്കെ കഴിഞ്ഞ് നബിനെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് സലാം ചൊല്ലി വന്നിട്ട് ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഒരു നാട്ടിൽ നിസ്കരിക്കാതെ കാത്തിക്കാണ്. അങ്ങനെ അവരെയും കൂട്ടി മുആദ് മുആദ് ഇമാമുക്കും പോലെ മഅ്മൂമായി നിസ്കരിക്കും. അങ്ങനെ രണ്ട് നിസ്കാരം, അവർ നിസ്കാരം കണ്ടിട്ട് നിസ്കരിക്കാം. ഒരു ഫർദ് നിസ്കാരം നിസ്കരിക്കാം, രണ്ടാമത്തെ സുന്നത്തായി ഗണിക്കപ്പെടും. ഒന്നാമത്തെ ഫർദുള്ളൂ, രണ്ടാമത്തെ സുന്നത്തായിട്ട് പരിഗണിക്കപ്പെടും. അപ്പോൾ അത് നമ്മൾ പള്ളിയിൽ വന്നു, നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്, പള്ളിയിൽ നമ്മൾ ജമാഅത്ത് എടുക്കുകയാണ്, നമ്മൾ അവിടെ ഇരിക്കാൻ പറ്റില്ല, നമുക്ക് ജമാഅത്തിൽ പങ്കെടുക്കണം. പറ്റുന്ന മനസ്സിലായതിന് അങ്ങനെ നിന്നു മാത്രം ഫഖറഅ ബിഹിമുൽ ബഖറത, അദ്ദേഹം സൂറത്തുൽ ബഖറ ഓതി ഇശാക്ക്. അപ്പം ഇവരിവിടുന്ന് അദ്ദേഹം നിസ്കാരം കഴിഞ്ഞ് വരുന്നവരെ അവിടെ കാത്തിക്കാണ്. അവിടെ വന്നിട്ട് ഇമാം വെക്കുമ്പോൾ ഇദ്ദേഹം സൂറത്തുൽ ബഖറയാണ് ഓതിയത്. ഖാല ഫതജവ്വസ റജുലുൻ, അപ്പോൾ ഒരാൾ നിസ്കാരം ചുരുക്കി. അങ്ങനെ ഫസല്ല സ്വലാത്തൻ ഖഫീഫ, അയാൾ വളരെ ചെറിയ നിസ്കാരം നിസ്കരിച്ചിട്ട് അയാൾ പിരിഞ്ഞു പോയി. ഇയാൾ ബഖറ തുടങ്ങിയിട്ട് ഇവരെങ്ങനെ ഓതിപ്പോവാണ്. ഇയാൾ നേരെ എന്ത് ചെയ്തു, റുക്കൂക്കാണ് പോയി സുജൂദൊക്കെ ചെയ്ത് മൂപ്പര് സ്വന്തമായിട്ട് നിസ്കാരം പൂർത്തിയാക്കിയിട്ട് മൂപ്പര് പോയി. എന്താണെന്നല്ല അവിടെ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഇനി ബഖറ ഓതാൻ നിൽക്കുക, ഇവിടെ മനുഷ്യൻ ഇവിടെ വേറെ പണിയൊന്നുമില്ലേ എന്നേക്ക് ഇദ്ദേഹം എന്ത് ചെയ്തു, ഇമാമിനെ പിന്നിട്ട് മൂപ്പര് നിസ്കാരം പൂർത്തിയാക്കി പോയി. ഫബലഗ ദാലിക മുആദൻ, ഈ വിവരം ഇമാമ പിന്നെ അറിഞ്ഞു. സലാം വീട്ടിപ്പോൾ പറഞ്ഞു, ഇന്നാള് നിങ്ങൾ ബഖറ ഓതാൻ തുടങ്ങിയപ്പോൾ മൂപ്പര് ഇറങ്ങിപ്പോയി പറഞ്ഞു. ഫഖാൽ ഇന്നഹു മുനാഫിഖുൻ, അപ്പം മുആദ് പറഞ്ഞു ആ മുനാഫിഖാണ് പറഞ്ഞു. അപ്പം നിസ്കാരം നീട്ടിയപ്പോൾ ഒരാളിങ്ങനെ ഇറങ്ങിപ്പോയി എന്ന് ഇമാമിനോട് പിന്നെന്ന് പറഞ്ഞു. അപ്പം ഇമാമ് പറഞ്ഞു ഇവിടെ മുനാഫിഖാണ്. കാരണം മുനാഫിഖാണ് പൊതുവെ നിസ്കാരം മടുപ്പുണ്ടാല്, നിസ്കാരം ഭാരമാവൽ മുനാഫിഖ്. വിശ്വാസികളെ സംബന്ധിച്ച് നിസ്കാരം എപ്പോഴും സന്തോഷമാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക ഫബലഗ ദാലിക റജുല, ഈ വിവരം അയാൾ അറിഞ്ഞു. ഏത്, നിങ്ങൾ മുനാഫിഖാന്ന് മുആദ് പറഞ്ഞിട്ടുണ്ട് കാരണം. ഫഅതൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഇയാൾ നബിയുടെ അടുത്ത് പോയി കേസുമായി നബിയെ ചെന്ന് കണ്ടു. ഫഖാൽ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ ഖൗമുൻ നഅമലു ബി ഐദീന, ഞങ്ങളൊക്കെ നബിയെ പല കൂലിപ്പണിയും ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന്മാർ. രാവിലെ തോട്ടത്തിൽ കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈത്തപ്പന്ന മരത്തമ്മ കയറിയിട്ടും അത് പറിച്ചിട്ടും അവിടെ പണിയെടുത്തിട്ടും ഒക്കെ കൈകൊണ്ട് പണിയെടുത്തിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരാണ് ഞങ്ങളൊക്കെ. വനുസ്തീബിനവാലിഹിന, ഞങ്ങൾ തേബിനനച്ച് ഒക്കെ പണിയെടുക്കുന്ന ആളുകളാണ്. വൈന്ന മുആദൻ സ്വല്ലാ ബിനൽ ബാരിഹ, മുആദ് ഇന്നലെ രാത്രി വന്ന് നിസ്കരിച്ചു. ഫഖറ അൽ ബഖറ, മൂപ്പര് ബഖറ ഓതി. ഫതജവ്വസ്തു, അപ്പം ഞാൻ നിസ്കാരം ചുരുക്കി. അങ്ങനെ ഞാൻ എൻ്റെ വഴിക്ക് പോയി. ഫസഅമ അന്നി മുനാഫിഖുൻ, അപ്പം മുആദ് പറയാം ഞാൻ മുനാഫിഖാന്നാണ് പറയണത്, ഇനി ബാക്കി നിങ്ങൾ പറയാറ്. കാരണം നമ്മളിപ്പോൾ മുആദിനെ പോലെയല്ല, രാവിലെ പണിക്കൽക്കും വൈകുന്നേരം വരെ കൂലിപ്പണി എടുത്ത് കുഴങ്ങി വന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് വേണം പെരിയിൽ പോയി കിടക്കാമെന്നതിലേക്ക് വരികയാണ്. മൂപ്പർ ഇവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടേക്ക് വരുന്നത് തന്നെ, അതുവരെ കാത്തിക്കുക. എന്നിട്ട് വന്നിട്ട് ബഖറ ഓതുക. അപ്പം ഞാൻ നിസ്കാരം ചുരുക്കി പോയി. അപ്പം പറയാ ഞാൻ മുനാഫിഖാന്നാണ് പറയണത്. ഫഖാല നബി മുആദിനെ വിളിച്ചു, യാ മുആദ് അഫത്താനുൻ അന്ത, എന്താ മുആദ് കുഴപ്പമുണ്ടാക്കുകയാണോ ചോദിച്ചു, പിത്തനുണ്ടാക്കുകയാണോ? സലാസൻ, മൂന്നോട്ട് നബി ഞങ്ങൾ ചോദിച്ചു. ഇഖ്റ വശംസി വദുഹാഹാ, വശംസി വദുഹാഹ ഓദിക്കോ, വസബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ല അത് ഓദിക്കോ, വനഹ്വ അതുപോലെ ഓദിക്കോ. ബഖറ ആലിമ്രാൻ തക്കാലി പോയി ഓതാൻ നിൽക്കണ്ടാണ്. ഓൻ പറഞ്ഞു ശരിയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന മനുഷ്യന്മാരാണ്, നയിച്ചു നിന്ന ആളുകളാണ്. അവിടെ ഓല വെച്ചിട്ട് ബഖറ ആലിമ്രാനെന്നും ഓതണ ഒരു വശംസി വദുഹാഹ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ല അതേപോലെയൊക്കെയുള്ള ഒരു സൂറത്ത് ഓതി ഇവിടുത്തെ ഫിത്ന ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് നബി ഞങ്ങൾ മുആദിനോട് പറഞ്ഞു. അപ്പോൾ ഒരുപാട് മസ്അല ഈ ഹദീസിന് കിട്ടി. ഒന്ന്, ഒരിക്കൽ നിസ്കരിച്ചതാക്കി രണ്ടാമത് നിസ്കരിക്കാം. ഒരിക്കൽ മഅ്മൂം വൈരാക്കി രണ്ടാമത് അപ്പുറത്ത് വേണമെങ്കിൽ ഇപ്പോൾ ഇമാമ് നിൽക്കാം.
3 ഇമാമിനെ കൂടെ നിസ്കരിക്കുന്ന ഒരാൾക്ക് ന്യായമായ കാരണമുണ്ടെങ്കിൽ ഇമാമിനെ പിരിഞ്ഞ് ഒറ്റക്ക് നിസ്കരിച്ച് പോകാം. ഇതൊക്കെ എന്ന് കിട്ടിയല്ലോ. 4 ആളുകൾക്ക് ഇമാമായി നിൽക്കുമ്പോൾ ആളുകളെ കൂടി പരിഗണിച്ചിട്ടേ നിസ്കാരം നീട്ടാവൂ. നബി പറഞ്ഞെന്താണ്? ഈ വസംസ ഒതുക്കുന്നാണല്ലോ. അപ്പം മഅ്മൂമികളെ പരിഗണിക്കണം. ഞാൻ ആ സാഹചര്യം അദ്ദേഹം പറഞ്ഞു ചെയ്തു. ഞങ്ങൾ വൈകുന്നേരം വരെ പണിയെടുത്തിട്ടാണ് വരുന്നത്, സാഹചര്യം പറഞ്ഞു. അപ്പോൾ മഅ്മൂമികളെ പരിഗണിച്ചിട്ടേ ഇമാമ് നിസ്കാരം ദീർഘിപ്പിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇനി മറ്റൊരു മസ്അല, യജൂസുൽ ഇൻതിഖാലു മിൻ മഅ്മൂമിൻ ഇലാ ഇമാമിൻ വമിൻ ഇമാമിൻ ഇലാ മഅ്മൂമിൻ. മഅ്മൂം എന്ന ഇമാമിലേക്കും ഇമാം എന്ന മഅ്മൂമിലേക്കും ഒക്കെ മാറലും അനുവദനീയമാണ്. ഒരാൾ ഇമാമെന്നു പിന്നെ അയാൾ മഅ്മൂമായി മാറി, അങ്ങനെ വരാം. അയാൾക്ക് മാറിക്കേണ്ടി വന്നു. ചിലപ്പോൾ അതിലും വലിയ മുന്തിയൊരാൾ വന്നപ്പോൾ ആണെങ്കിൽ മാറിക്കൊടുക്കാം, വിരോധമില്ല. അയാൾക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു, സൊഫിലേക്ക് അയാൾ ഇറങ്ങിയിരുന്നു, വേറെ ആൾ പകരം കയറിയിരുന്നു, കുഴപ്പമില്ല. അപ്പം മഅ്മൂമിന് ഇമാമുമാകാം, ഇമാമിന് മഅ്മൂമുമാകാം. ലിമാറബൽ ബുഖാരിയു വ മുസ്ലിമുൻ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ് തെളിവ്. അൻ സഹ്ൽ ഇബ്നു സഅദ് അസ്സാഇദി. സഹ്ൽ ഇബ്നു സഅദ് അസ്സാഇദി പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഹബ ഇലാ ബനി അംർ ഇബ്നു ഔഫ്. നബി തങ്ങൾ ഒരിക്കൽ ബനു അംർ ഗോത്രത്തിലേക്ക് പോയി. ലിയുസ്ലിഹ ബൈനഹും. അവർക്കിടയിൽ എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ബനു അംറിനിടയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ മസ്ലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടി നബി തങ്ങൾ ചെന്നു. ഫഹാനത്തി സ്വലാ. നിസ്കാരത്തിന് സമയമായി, നബി തങ്ങൾ വന്നിട്ടില്ല. അവിടെ ചർച്ചയിലായിരിക്കും, മസ്ലഹത്തിലാണ്. അപ്പം നിസ്കാരത്തെ സമയമായിട്ട് നബി വന്നിട്ടില്ല. ഫജാ അൽ മുഅദ്ദിൻ ഇലാ അബീ ബക്കർ. അപ്പം മുഅദ്ദിന് വന്ന് അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, ഫഖാൽ അതുസല്ലി ലിന്നാസ് ഫഉഖീമ. നിങ്ങൾ ഇമാമക്കോ, എന്നാൽ ഞാൻ ഇഖാമത്തോളാം. നബിനെ കാണാനില്ല, നബിയാണ് ഇമാമക്കല്. അപ്പം നബിയെ കാണുന്നില്ല, ഇപ്പം നബി വരുമില്ലെന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇമാമക്കുമെങ്കിൽ ഞാൻ ഇഖാമത്ത് വിളിക്കാം. ഖാല നഅം. അപ്പോൾ സിദ്ദീഖ് ശരി ആയിക്കോട്ടെ, ഇഖാമത്തോർത്തോ, ഞാൻ നിൽക്കാം. അങ്ങനെ ഫസല്ല അബൂബക്കർ. സിദ്ദീഖ് താൻ ഇമാമായിക്കൊണ്ട് നിസ്കരിച്ചു. ഫജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബി തങ്ങൾ വന്നു. വന്നാസു ഫിസ്സലാ. ജനങ്ങൾ നിസ്കാരത്തിലാണ്. അപ്പോഴാണ് നബി തങ്ങൾ വന്നത്. ഫതഖല്ലസ ഹത്താ വഖഫ ഫിസ്സഫി. നബി തങ്ങൾ വെല്ലട് കയറി വന്നിട്ട് സൊഫിൽ നിന്ന് മഅ്മൂമായിട്ട് നബി ഇങ്ങനെ കയറി വരികയാണ്. ആ സൊഫിൽ അവിടെ വന്നിട്ട് നബിയുടെ കൂടി. ഫസഫഖന്നാസ്. ജനങ്ങളപ്പോൾ കൈയടിക്കാൻ തുടങ്ങി. നിസ്കാരത്തിൽ ഒരു സംഭവിച്ചാൽ സുബ്ഹാനല്ലാഹ് പറയാൻ വേണ്ടി കൈ കൊട്ടാമൊക്കെയാണ് ഉള്ളത്. ഒരു പക്ഷെ അന്നേ തസ്ബീഹിന്റെ മസാല പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. ആൾ കൈയോണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ശബ്ദം ഉണ്ടാക്കാൻ നബി വന്നു എന്നുള്ളത് സിദ്ദീഖിനെ അറിയിക്കണമല്ലോ, അതിനു വേണ്ടി. വക്കാന അബൂബക്കർ ലാ യൽതഫിതു ഫീ സ്വലാത്തിഹി. അബൂബക്കർ സിദ്ദീഖ് ആവട്ടെ നിസ്കാരത്തിൽ എന്ത് വന്നാലും തിരിഞ്ഞു നോക്കാത്ത ആളാണ്. എന്ത് സംഭവിച്ചാലും നിസ്കാരത്തിൽ അദ്ദേഹം തിരിഞ്ഞു നോക്കൂ, അങ്ങനത്തെ ആളായിരുന്നു. ഫലമ്മാ അക്സറന്നാസു തസ്ഫീഖ. ആളുകൾ വല്ലാതെ ഇങ്ങനെ കൈമുട്ടി ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ഇൽതഫത. അതേ ഒന്ന് തിരിഞ്ഞു നോക്കി, എന്താ ഇപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒച്ചുണ്ടാക്കണ്. ഫർആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബിയെ കണ്ടു. നോക്കുമ്പോൾ നബി സൊഫിലുണ്ട്. ഫഅശാറ ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഉംകുസ് മകാനക്. അപ്പം നബി ഇങ്ങനെ കാണിച്ചു, അവിടെ നിന്നോ, അവിടെ നിന്നോന്ന് നബി നിസ്കാരത്തിൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. ഫഹമിദല്ലാഹ് ഫറഫഅ അബൂബക്കർ യദൈഹി. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ കൈ ഉയർത്തി. ഫഹമിദല്ലാഹ് അലാ മാ അമറ ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ദാലിക. നബി അവിടെ നിൽക്കാൻ പറഞ്ഞല്ലോ. അവിടെ ഇമാം എന്നോന്ന് നബി പറയുമ്പോൾ ഒരു അംഗീകാരമാണ്. നബി നിൽക്കുന്ന സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യനാണ്, ഒരു അംഗീകാരമാണ്. അപ്പോൾ സിദ്ദീഖ് കൈ ഉയർത്തി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. സുമ്മ ഇസ്തഖറ അബൂബക്കർ. എന്നിട്ട് അബൂബക്കർ പിന്നിക്കിറങ്ങി. ഹത്താ ഇസ്തവാ ഫി സൊഫി. അങ്ങനെ സൊഫിൽ വന്ന് നിന്നു. വതഖദ്ദമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ മുന്നിലേക്ക് കയറി ഇമാം നിൽക്കുകയും ചെയ്തു. ഒക്കെ പറ്റും. ഒന്നാകെ തിരിയുകയുള്ളൂ, ഒന്നാകെ തിരിയാൻ പാടില്ല എന്നുള്ളൂ. അല്ലാത്ത തിരിച്ചൊക്കെ തിരിഞ്ഞോക്കി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നിക്കിറങ്ങി. അപ്പോൾ മഅ്മൂമായ ഇമാമ് അല്ല മഅ്മൂമായ നബി ഇമാമായി മാറി. ഇമാമായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഅ്മൂമായി മാറുകയും ചെയ്തു. അപ്പോൾ ഇമാമെന്ന് മഅ്മൂമിലേക്കും മഅ്മൂമെന്ന് ഇമാമിലേക്കും മാറൽ അനുവദനീയമാണ്. അത് ഫാദിലായ ആളുണ്ടെങ്കിൽ മഫ്ഊദ് അല്ല ഇമാമക്കുന്നതാണ്. അത് ഇൽമ കൊണ്ട് തഖ്വ കൊണ്ട് ഇബാദത്ത് കൊണ്ടൊക്കെ കൂടുതൽ ഉയർന്നൊരാളുണ്ടെങ്കിൽ അയാൾ ഇമാമക്കണം. റാത്തിബായ ഇമാമല്ല, അത് വേറെ. നിശ്ചയിച്ച സ്ഥിരം ഇമാമുണ്ടെങ്കിൽ അയാൾക്കുള്ള അധികാരം. ഇപ്പം നമ്മുടെ പള്ളിക്കൊക്കെ അതാണ്, പെർമനൻ്റ് ഇമാമാണ്. ഇനി എത്ര വലിയ പണ്ഡിതൻ വന്നാലും ഈ ഇമാമാണ് അധികാരമുള്ള ആൾ നിസ്കരിക്കാൻ.
അദ്ദേഹത്തിന് അനുവാദമില്ലാതെ അവിടെ കയറിക്കാൻ പാടില്ല. എന്നാൽ അങ്ങനെയല്ല, അല്ലെങ്കിൽ അതിന് സമ്മതം കൊടുത്തു ജയിക്കുക. അങ്ങനെയാണെങ്കിലും ഒരു കൂട്ടത്തിൽ ആരാണ് കൂടുതൽ ഫضലുള്ള ആൾ ആണ് ഇമാമക്കൾ, പ്രത്യേകിച്ച് ഖുർആൻ്റെ വിഷയത്തിൽ. ഖുർആൻ കൂടുതൽ അറിയുന്ന ആൾ, ധാരാളമായി ഖുർആനുമായി പരിചയമുള്ള, ഖുർആൻ്റെ അഹ്കാം അറിയുന്ന ആളാണെങ്കിൽ അവരാണ് ഇമാമ് നിൽക്കേണ്ടത്. ഇപ്പം ഇവിടെ സുദീഖുല്ലാഹിനും വലിയ ആളാണ്, നബിതങ്ങൾ അതിനേക്കാളും വലിയ ആളാണ്. അപ്പോൾ നബിനെ അപേക്ഷിച്ച് സുദീഖുല്ലാഹിനു താഴെയാണല്ലോ, മഫ്ദൂലാണ്. നബിതങ്ങൾ ഫാദിലാണ്. അപ്പോൾ ഫാദിലുണ്ടാകുമ്പോൾ മഫ്ദൂലല്ല ഇമാമക്കേണ്ടത്, ഫാദിലാണ്. ആ ഹുക്മ പ്രകാരമാണ് സുദീഖുല്ലാഹിന് പിന്നേക്ക് ഇറങ്ങിയത്. എല്ലാം നിർബന്ധമുണ്ടോ? ഇല്ല, നബിതങ്ങൾ അംഗീകാരം തുടർന്നോന്ന്, അത് അംഗീകാരമാണ്, തുടർന്നു. പക്ഷേ സുദീഖുല്ലാഹി അംഗീകരിച്ചില്ല. നബി ഉണ്ടാകുമ്പോൾ ഞാൻ ഇമാമക്ക് പറഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ അദ്ദേഹം ബാക്കിക്ക് ഇറങ്ങിക്കൊടുക്കുന്നു. അപ്പോൾ ഇമാമ് മഅ്മൂമായും മാറാം, മഅ്മൂമിന് ഇമാമായിട്ടും മാറാം. ഇനി ഇമാമിന് മുൻഫരിദായി മാറാൻ പറ്റുമോ എന്നാണ്. ഇമാമായി തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ മഅ്മൂമികളൊക്കെ പോയി, നേരത്തെ പറഞ്ഞ മാതിരി ബക്കറ ഓതി എല്ലാവരൊക്കെ പോയാൽ പിന്നെ എന്താ കാട്ടുക? അപ്പം അദ്ദേഹം ഒറ്റക്കായി മാറുമല്ലോ. അങ്ങനെ പറ്റുമോ? യസിഹു സ്വഹീഹാകും ഇമാമത്തി ഇലം ഫിറാദിൻ, ഇമാമത്തിൽ നിന്ന് മുൻഫരിദിലേക്ക് മാറലും സ്വഹിയാണ്, ഒറ്റക്കായി സ്കൈക്കും സ്വഹിയാണ്. ഇപ്പം മഅ്മൂമിന് മാറാന്ന് പറഞ്ഞു, മഅ്മൂമിന് ഇമാമിനെ ഒഴിവാക്കിയിട്ട് ഒറ്റക്ക് സ്കൈക്കാന്നല്ലോ. ഇമാമിനെ അങ്ങനെ ഒറ്റക്ക് സ്കൈക്കാൻ പറ്റുമോ? അതും പറ്റും. എങ്ങനെ? സ്വലാത്തുൽ മഅ്മൂം, മഅ്മൂമിന് നിസ്കാരം ബാത്തിലായി. ആകെ കണ്ട ഒരാൾ ഇമാമിനെ മഅ്മൂമിനെ നിസ്കരിക്കുന്നു, മഅ്മൂമിന് നിസ്കാരം ഓനെ ഒതുറിഞ്ഞു, വാൻ പോരോ, വാൻ പോയാൽ അഞ്ച് പാടെ ജമാഅത്തില്ല, ഇയാൾ ഒറ്റക്കായി മാറി. ഔ യംഫരിദ് മഅ്മൂം ഇമാമിന് എഴുതില്ല, അല്ലെങ്കിൽ ഇമാമിനെ വിട്ടിട്ട് മഅ്മൂം പോയി, ശരഈയായ കാരണമുള്ളത് കൊണ്ട് മഅ്മൂം എന്ത് ചെയ്തു? ഇമാമിനെ പിരിഞ്ഞ് ഒറ്റ നിസ്കാരം പൂർത്തിയാക്കി മഅ്മൂം പോയി. ഇങ്ങനെയൊക്കെയാണെങ്കിൽ വയബ്ഖൽ ഇമാമു വഹ്ദഹു, പിന്നെ ഇമാമു മാത്രം ബാക്കിയായി. ഫയതഹവ്വലു ഹാദൽ ഇമാമു ഇലാ മുൻഫരിദിൻ, അപ്പോൾ ഇമാമു മുൻഫരിദിലേക്ക് മാറും. കാരണം ലിഅദബി വുജൂദിൽ മഅ്മൂം, മഅ്മൂമില്ല, മഅ്മൂം ഇല്ലാതായതോടുകൂടി സ്വാഭാവികമായിട്ട് ഇയാൾ ഇമാമിൽ നിന്ന് മാറി ഇയാൾ മഅ്മൂമായിട്ട് മാറുന്നു. ഇനി 1577 ഈ ബാബിൽ അവസാനത്തെ മസ്അല, മൻ സല്ല ഖൽഫ ഇമാമിൻ, ഒരാൾ ഇമാമിനെ പിറകിൽ നിസ്കരിച്ചു, വനവാ അസ്സലാത്ത ഖൽഫൽ ഇമാമിൽ ലദീ ഫിൽ മിഹ്റാബി, മിഹ്റാബിലുള്ള ഇമാം ആരാണോ ആ ഇമാമിനെ പിറകിലാണ് നിസ്കരിക്കുന്ന നിയ്യത്ത്, കായിനം മൻ കാൻ, അത് ആരാണെങ്കിലും. ഇമാം ആരാ മുപ്പർക്ക് അറിയില്ല, പക്ഷെ ബേക്കർ സുഫിലാണ്, ആരാ ഇമാമെന്നൊന്നും അറിയില്ല. അപ്പം ഇമാം ആരാണെങ്കിലും ഞാൻ അയാളെ തുറന്ന് നിസ്കരിക്കുന്നു എന്ന നിയ്യത്താണ് മുപ്പർക്കുള്ളത്. വലാകിന്നഹു ലന്ന, പക്ഷെ അയാൾ വിചാരിച്ചു അന്ന ഹാദൽ ഇമാമ ഫുലാൻ, ഇന്ന ആളാണ് ഇമാമെന്ന് മുപ്പർക്ക് ധാരണ ഉണ്ട്, ഇന്ന ആളാണ് ഇമാമെന്നത് ഏതൊരാരും വേണ്ടില്ല, ഇമാം ആരാണ് ഇമാമിനെ പിറകിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിനക്ക് കൂടി. ഫതബയ്യന അന്നഹു ഗൈറുഹു, പിന്നെ മനസ്സിലായി ഇയാൾ വിചാരിച്ച ആളല്ല ഇമാമ്, ഇമാമ് ഞാൻ വിചാരിച്ച ആളല്ല, ഇന്ന ആളുണ്ടാവും അയാൾ ഇമാമ നോക്കുന്നതാണ് മഅ്മൂമായി കൂടിയത്. പക്ഷെ നിയ്യത്ത് ചെയ്തപ്പോൾ എന്താ ചെയ്തത്? ഇമാം ആരാണോ ആ ഇമാമിനെ പിറകിൽ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തു. സലാം വിട്ട് നോക്കുമ്പോഴോ വിചാരിച്ച ആളല്ല ഇമാമ്, എങ്കിൽ സ്വഹത്ത് സ്വലാത്തുഹു, നിസ്കാരം സ്വഹീഹാകും. ലഅന്നൽ ഇബ്റത ബിമാ നവാ, പരിഗണിക്കല് നിയ്യത്താണ്, ലാ ബിമാ ലന്ന, അയാൾ വിചാരമല്ല പരിഗണന, അയാൾ ധാരണ എന്തായിരുന്നു ഇന്നാണ് ഇമാമെന്ന്, അത് പരിഗണന ഇല്ല. നിയ്യത്ത് എന്താണോ അതാണ് പരിഗണിക്കുക. തുടർച്ചയെ ഉദ്ദേശിക്കുക എന്നതാണ് പരിഗണിക്കൽ. മഅ്മൂമായി ഞാൻ കൂടുന്നു എന്നതാണ് പരിഗണന. ഇമാം, ഇമാം എന്ന വ്യക്തിയല്ല പരിഗണിക്കുക. ഇയാൾ മഅ്മൂമായി കൂടാൻ ഇയാൾക്ക് ഉദ്ദേശമുണ്ട്, ഇമാമിനെ കൂടെ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തുണ്ടോ എങ്കിൽ അതാണ് പരിഗണിക്കുക. ഒലിഹാദാ, അതുകൊണ്ടാണ് ലവിസ്തഖ്ലഫൽ ഇമാമു ലിഹാജത്തിൻ, ഇമാമ് ഒരു ആവശ്യം വന്നപ്പോൾ മറ്റൊരാളെ പകരം ഏൽപ്പിച്ചു. ദുന ഇൽമിൽ മഅ്മൂമീന, മഅ്മൂമികളൊന്നും അറിയാതെ. ഇപ്പം ഇമാമിന് ഒതു കുറഞ്ഞു, ഇമാമ് അല്ലാണ്ട് ഒരാൾ സുഫന്ന് അല്ലാണ്ട് ഉന്നി കയറ്റിയിട്ട് ഇമാമ് ഇറങ്ങിപ്പോയി, ബാക്കിയുള്ള സഫിൽ ആരും അറിഞ്ഞിട്ടില്ല ഇമാം മാറിയത്. എങ്കിലോ സ്വഹത്ത് സ്വലാത്തുഹും, വളസ്കാലം സ്വഹിയാണ്. ഒരു ന്യായമായ കാരണമുണ്ടായപ്പോൾ ഇമാമ് പകരം ഒരാളെ പകരക്കാരാക്കി നിർത്തി, മഅ്മൂമികൾ അറിഞ്ഞിട്ടുമില്ല, ഇമാമ് മാറി, അത് മഅ്മൂമികൾ നിസ്കാരത്തിനെ ബാധിക്കുന്നില്ല. കാരണം ഒരു ഇമാമിനെ പിറകിൽ നിസ്കരിക്കുന്ന നിയ്യത്താണ് നിസ്കരിച്ചത്, ഇമാം ആരാവട്ടെ അത് പ്രശ്നമില്ല. ഇത്രയും നിയ്യത്ത് മാറ്റവുമായി ബന്ധപ്പെട്ട മസ്അലയാണ്. അതോടെ ആ ഷർത്ത് അവിടെ പൂർത്തിയായി. അപ്പോൾ 8 ഷർത്താണ് മൊത്തം പറഞ്ഞത്.
അതിൽ 8ാമത്തെ ഷർത്തായിട്ട് നെയ്യത്ത് പറഞ്ഞു, അത് കഴിഞ്ഞു. ഇനി അടുത്തൊരു ഭാഗം വരുന്നത് ആദാബുൽ മശ്ഇ ഇല സ്വലാത്ത്. ഇപ്പോൾ ഒതുണ്ടാക്കി അവിടുത്തെ മടച്ചു, ഖിബലയ്ക്ക് തിരിഞ്ഞു, ഒക്കെ നെയ്യത്ത് കഴിഞ്ഞു, നിസ്കാരം തുടങ്ങുകയാണല്ലോ. അപ്പം നിസ്കാരം പള്ളിക്കാണെന്നുണ്ടാകുക സാധാരണഗതിയിൽ. ആ പള്ളിക്ക് പോകുമ്പോൾ പാലിക്കാൻ ചില മര്യാദകളുണ്ട്. അതാണ് ഇനി അദ്ദേഹം പറയാൻ പോണത്. പള്ളിയിലേക്ക് പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, ചൊല്ലേണ്ട ദിക്റുകൾ, ഉള്ള അദബുകൾ, അതാണ് ഇനിയുള്ള അടുത്ത ചർച്ചകൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. എന്താണെങ്കിലും കേട്ടതിലുപരി പറഞ്ഞതിലുപരി അമലാക്കി മാറ്റാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. ഇതൊക്കെ കേവലം ഒരു ക്ലാസ് കേട്ട് പോകേണ്ടതല്ല. ജീവിതത്തിൽ സാധാരണയായി ആവശ്യം വരുന്ന മസ്അലകളാണ് ഇന്നത്തെ ക്ലാസ്സിലൊക്കെ അധികവും വന്നിട്ടുള്ളത്. അതൊക്കെ ആവശ്യം വരുന്നിടത്ത് ശരിയായ വിധം അമൽ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. ദുആ ചെയ്യുക. റബ്ബ് നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.